സ്റ്റാർട്ട് ചെയ്യാം സാറേ. ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓണാക്കിയിരിക്കുക. എല്ലാവരും ഒന്ന് വീഡിയോ ഓണാക്കിയിരിക്കുക. നിങ്ങളുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എല്ലാവരും വീഡിയോ ഓണാക്കുക. നമ്മുടെ ഫാമിലി മീറ്റ് ആണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം ടു ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി അറ്റ് വെസ്റ്റീജ്. നമ്മളെല്ലാവരും വെസ്റ്റീജൻസ് ആണ് അല്ലേ? നമ്മളെല്ലാവരും ഒരാഴ്ചത്തെ വർക്കിന് ശേഷം എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടുകയാണ്. അപ്പൊ എല്ലാവരോടും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാനൊരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ഒരു ലക്ഷ്യപ്രാപ്തിയോടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വിജയിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷംന എന്നാണ്, ഫ്രം മലപ്പുറം. ഞാൻ ഒരു സ്കൂൾ അധ്യാപികയാണ്. ഈ ഒരു ബിസിനസ്സുമായിട്ട് കണക്ട് ആയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ഇന്ന് വളരെ ലൈഫായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു വരുമാനം വളരെ അത്യാവശ്യമാണ് അല്ലേ? അപ്പൊ നമ്മളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മള് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ ടീം ക്യാപ്റ്റൻ മിസ്റ്റർ ഷാജി മിത്തേൽ സാറാണ്. സാറിനെ എല്ലാവർക്കും അറിയാം, എങ്കിലും പുതുതായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിരിക്കുന്നവർക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ഓർഗനൈസേഷൻ ഹെഡാണ് സാർ. കണ്ണൂർ സ്വദേശിയാണെങ്കിലും ഫാമിലി ആയിട്ട് 20 വർഷത്തോളമായി ദുബൈയിൽ സെറ്റിൽഡ് ആണ്. അതോടൊപ്പം തന്നെ ദുബൈയിൽ ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ ലോജിസ്റ്റിക് കോർഡിനേറ്ററായി വർക്ക് ചെയ്തിരുന്ന സാറ് ഇന്ന് ആ ഒരു ജോബ് തന്നെ റിസൈൻ ചെയ്തുകൊണ്ട് ഇന്ന് ഈ ഒരു ബിസിനസ്സിനെ വളരെ ലൈഫായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ കാരണം ഇതിലെ സാമ്പത്തിക സാധ്യതകൾ തന്നെയാണ്. നമ്മളെയൊക്കെ വിജയിപ്പിക്കാനും നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും സ്വന്തമായിട്ട് നല്ലൊരു വരുമാനം ഏൺ ചെയ്തുകൊണ്ടും നമ്മുടെ വെസ്റ്റീജൻസ് ഫാമിലിയിലേക്ക് വരുമാനം എത്തിച്ചു കൊടുത്തുകൊണ്ടും നമ്മളോടൊപ്പം നിൽക്കുന്ന മിസ്റ്റർ ഷാജി മിത്തേൽ സാറാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഏതൊരു മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. നമ്മൾ ഏത് ജോലിയോടും ഒരു പ്രതിബദ്ധത പുലർത്തിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് ഏതൊരു ജോബിലാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ലക്ഷ്യപ്രാപ്തി നമുക്ക് നേടണമെങ്കിൽ പ്രതിബദ്ധത വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ ഒരു വെസ്റ്റേജ് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടീം വർക്ക് മെച്ചപ്പെടുത്താനാണെങ്കിലും കൃത്യമായിട്ടുള്ള സമയത്ത് ആ ഒരു ലക്ഷ്യത്തിൽ എത്താനാണെങ്കിലും പ്രതിബദ്ധത കൂടിയേ തീരും. അപ്പൊ എന്താണ് ഈ പ്രതിബദ്ധത എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മളോടൊപ്പം വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും അവരിലേക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ? അപ്പൊ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്താണെന്ന് എല്ലാവരും കൃത്യമായിട്ട് കേൾക്കുക, കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് നമ്മളോടൊപ്പം വരുന്നവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് കറക്റ്റ് സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തയ്യാറാവുക എന്നതാണ്. ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷാജി മിത്തേൽ സാറിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ ഓൺ ദി പ്ലാറ്റ്ഫോം. താങ്ക് യു ഷംന ടീച്ചർ. എൻ്റെ വോയിസ് ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. ഇന്ന് ഏകദേശം 91 ആളായിട്ടുണ്ട്. 9 പേര് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവരോട് കയറ്റുവാണ് ഹൗസ്ഫുൾ സെഷനാക്കി നമുക്ക് പേരെടുക്കായിരുന്നു അല്ലേ? ഹൗസ്ഫുൾ സെഷൻ ആകുമ്പോൾ നമുക്ക് പറയാനും നമ്മുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് കൊടുക്കാനും സാധിക്കും. 9 പേർക്ക് അലോഡ് ഉണ്ട്. നിങ്ങളുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, 92ആയി. ഇനി കുറച്ചും കൂടെ ആൾക്കാർ ഒന്ന് വീഡിയോ കൂടെ ഓണാക്കിയാൽ, പുതിയ ആൾക്കാർ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ആൾക്കാർ വീഡിയോ ഓണാക്കിയിരിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എനർജി കിട്ടുമായിരുന്നു സംസാരിക്കാൻ. കാരണം നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ നിങ്ങളുടെ ബിസിനസ് എത്രത്തോളം ഗ്രോ ചെയ്യുന്നുണ്ട് എനിക്ക് അറിയാൻ സാധിക്കും അല്ലേ? സീരിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീഡിയോ ഓണാക്കുക. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ചപാട് ഓണാക്കിയാൽ മതി. അല്ലെങ്കിൽ സീരിയസ് ആയിട്ടൊന്നും ഇരിക്കുക. നമ്മളൊരു ബിസിനസ് മൈൻഡോടുകൂടി എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സംസാരിക്കുന്ന ആൾക്കാർക്കും എനർജി ആയിരിക്കും, നിങ്ങൾക്കും എനർജി ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ശ്രദ്ധ കംപ്ലീറ്റ് ഇവിടത്തേക്ക് വരുന്നുണ്ടാവും. അല്ലെങ്കിൽ അവിടെ സീരിയൽ ഓണായിരിക്കും, അല്ലെങ്കിൽ ടി വിയിൽ സംസാരിക്കുന്നുണ്ടാവും, അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ 95ആയി. ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം നമ്മൾ ഈ എല്ലാവരും
ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ. ഇന്ന് നമുക്ക് നാട്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംമാതിരി ദിവസവും ഓരോന്നും പൊട്ടിമുളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാ ആൾക്കാരും, എനിക്കൊന്ന് കേരളത്തിലെ എല്ലാ ആൾക്കാരും എല്ലാത്തിലും പോയി തലവെച്ച് കൊടുത്തിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാത്തിലും ജോയിൻ ചെയ്യുന്നുണ്ട്, കയ്യിലുള്ള പൈസ കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടോ. ഇവിടെ നമ്മളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ ആൾക്കാരും വന്ന് നമ്മളൊരു ആദ്യത്തെ ഒരു പ്രസൻറ്റേഷൻ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരുടെയെങ്കിലും വാക്കിലൊരു മോട്ടിവേഷൻ ആയിട്ടൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്ത് ബിസിനസ് മോട്ടിവേഷനിലൂടെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് വിജയിക്കാൻ പറ്റും മോട്ടിവേഷനിലൂടെ. 24 മണിക്കൂറിന് അപ്പുറം ആ മോട്ടിവേഷൻ പോവില്ല. അല്ല, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയി കഴിഞ്ഞാൽ ആ ചാർജ് അങ്ങ് തീരും. മൊബൈലിലെ ചാർജ് പോലെ തന്നെയാണ് അല്ലേ. ഞാനൊരു ചെറിയ സ്ലൈഡും കൂടെ ഓപ്പൺ ആക്കാം, അപ്പോൾ കുറച്ചും കൂടെ പറയാൻ എളുപ്പം. ഇവിടെ നമുക്ക് ഈ ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യം കമ്മിറ്റ്മെൻ്റ് ആണ്. ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ടോ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ ഈ ബിസിനസ്സിൽ വന്നിട്ട്? അല്ല വെറുതെ ഒരു ജോയിനിങ് മാത്രമായിട്ടാണോ നിങ്ങളെല്ലാവരും കാണുന്നത്? എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലൈഡ് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ 100% സക്സസ് ആവാൻ സാധിക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മളെല്ലാവരും വന്ന് ജോലിക്കുന്നത് അല്ലേ. 100% നമുക്ക് സക്സസ് ആവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി 21 വർഷത്തിലേക്ക് പോകുന്ന ഒരു കമ്പനിയോടൊപ്പം നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ബിസിനസ്സിൽ കമ്മിറ്റഡ് ആണോ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം, ഇന്ന് പല ആൾക്കാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്നു, ID എടുക്കുന്നു, പിന്നെ അവരെ വിളിച്ചാൽ പോലും മെസ്സേജ് നോക്കില്ല, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ബിസിയാണ്, എക്സ്ക്യൂസസ് ആണ്, പല കാരണങ്ങളാൽ മാറി മാറി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് വിജയിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 20 ലക്ഷമോ 1 കോടിയൊക്കെ ഇറക്കിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ അമ്പലത്തിലെ പെരുന്നാളും അമ്പലത്തിലെ ഉത്സവങ്ങളും പള്ളിയിലെ പെരുന്നാളും കല്യാണങ്ങളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണോ നമ്മൾ ആ 10 ലക്ഷം 20 ലക്ഷം രൂപ ചിലവാക്കുന്ന ബിസിനസ്സിന് വേണ്ടി മാറ്റി വെക്കുക സമയം? അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കഴിഞ്ഞുള്ള ബാക്കി സമയം മാത്രമേ നമ്മൾ അതിലേക്ക് മാറ്റി വെക്കുള്ളൂ അല്ലേ. ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ആരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് എന്താ പ്രശ്നം? നിങ്ങൾക്കിതിന് വാല്യൂ ഉണ്ടാവില്ല. അടുത്തത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൽ കണക്ട് ചെയ്ത വ്യക്തി നിങ്ങളെപ്പോഴും സഹായിക്കാനുണ്ടാവും. അതുകൊണ്ട് അവിടെ നടക്കുന്നുണ്ടാവും, നമ്മൾ നമ്മുടെ കാര്യങ്ങളായി ബിസിയായി പോകുന്നുണ്ടാവും. ഇവിടെ എബ്രഹാം ലിങ്കൻ പറഞ്ഞ എന്താണ് കമ്മിറ്റ്മെൻറ്റിൻ്റെ വാല്യൂ അല്ലെ. നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ കൊടുക്കുന്ന വിലയാണ് കമ്മിറ്റ്മെൻ്റ് അല്ലേ. ഇവിടെ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പല ആൾക്കാർക്ക് വീടില്ലാത്ത വാടക വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, പണമില്ലാത്ത ആൾക്കാരുണ്ട്, ഇപ്പോഴത്തെ കിട്ടുന്ന വരുമാനം തികയാത്ത അവസ്ഥയിലുണ്ട്. ഒരുപാട് വീട്ടമ്മമാർ നന്നായി പഠിച്ച് ഒരുപാട് പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചിട്ട് പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത വീട്ടമ്മമാരെ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവും, പക്ഷേ നമ്മൾ അതിന് എന്ത് വിലയാണ് കൊടുക്കുന്നത്? അതിന് നമ്മൾ എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബിസി ലൈഫ്, എൻഗേജ്മെൻറ്റ്, ഫുൾ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും, ഇതിന് മാത്രം പ്രയോറിറ്റി കൊടുക്കാറുണ്ടാവില്ല അല്ലേ. ഈ ബിസിനസ്സിലെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു, മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് വിജയിക്കണമെങ്കിൽ, അത് മുന്നോട്ട് പോകണമെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കൂടിയേ പറ്റും. കമ്മിറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ നമുക്ക് ഈ ബിസിനസ് വിജയിക്കാൻ പറ്റില്ല. എന്തൊക്കെ ടൈപ്പ് കമ്മിറ്റ്മെൻറ്റാണ് നോക്കാം. ഒന്ന് നമുക്ക് ടീം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. ഇതിൽ സീ ദ ഗുഡ്. നമ്മൾക്കറിയാം, നമ്മൾ നല്ലതിനെ അത് നോക്കി കാണാൻ സാധിക്കില്ല, നല്ലതിനും അറിയാൻ ശ്രമിക്കില്ല നമ്മുടെ ആൾക്കാർ. ഏറ്റവും കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് പൈസ കിട്ടുന്ന, പണിയെടുക്കാതെ പൈസ കിട്ടുന്ന ബിസിനസ്. ചില ആൾക്കാർ പല കമ്പനികൾ കണ്ടിട്ടുണ്ടാവും, സാധനങ്ങളൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട, ആരെങ്കിലും കസ്റ്റമറെ സ്റ്റാറ്റസ് ഇട്ട് പിടിച്ചാൽ മതി, അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. ഒരു പ്രൊഡക്റ്റിൻ്റെ സ്റ്റാറ്റസ് വെക്കുന്നു, ആരെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊറിയറിൽ അയച്ചു കൊടുക്കും. അപ്പോൾ സിമ്പിളാണ്, ഒരു പണിയെടുക്കണ്ട. അങ്ങനെയുള്ള കമ്പനിയിലേക്ക് ആൾക്കാർ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് 2 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയാൽ പൈസ വരുന്ന പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരുണ്ടോ? നമ്മളെ ഈ ഒരു കമ്പനി, വെസ്റ്റീജ് എന്ന് പറഞ്ഞ കമ്പനി, വർക്ക് ചെയ്യുന്നവർക്ക് വരുമാനം കൊടുക്കുന്ന കമ്പനിയാണ്. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? അത് സ്മാർട്ട് വർക്കാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് വലിയൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതാണ് പറഞ്ഞത്, നല്ലതിനെ കാണാൻ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക.
അതോടൊപ്പം തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും, എനിക്ക് പല ആൾക്കാരും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നത് കാണുന്നത് എന്താ വെച്ചാൽ, ഇതെന്നെക്കൊണ്ട് വിജയിക്കാൻ പറ്റും, ഇതെന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും, എനിക്ക് കോൺട്രാക്ട് ലിസ്റ്റൊന്നും ഇല്ല, എനിക്ക് പരിചയക്കാർ കുറവാണ്, എനിക്കൊരാളെ ഇത് കൊണ്ടുവരാൻ സാധിക്കില്ല, എനിക്ക് ഒരു കമ്പനിയെക്കുറിച്ച് ഒരാൾ പറയാൻ സാധിക്കില്ല, ഞാൻ പരാജയപ്പെട്ടു എന്ന് ആ ഒരു റിസ്കിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ ചിന്തിക്കാറുണ്ടോ അല്ലേ? ആരെങ്കിലും അങ്ങനെ ബിസിനസ് ചെയ്യാറുണ്ടോ? ഒരു 10 ലക്ഷം രൂപ ചിലവാക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 10 ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കുകയോ അല്ലേ? നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പോൾ പരാജയത്തെക്കുറിച്ച് ആദ്യമേ ചിന്തിക്കാതിരിക്കുക. പല ആൾക്കാരും ഇവിടെ റിസ്കിനെ കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. പക്ഷേ ഞാനും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത ആളാണ്. അവിടെ ഒരുപാട് പൈസ എനിക്ക് നഷ്ടപ്പെട്ടു, ഒരുപാട് റിസ്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബിസിനസ് ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ള കാരണം ആ ഒരു എക്സ്പീരിയൻസും കൊണ്ടാണ്. ലക്ഷങ്ങളും കോടികളും ചിലവാക്കിയിട്ട് പോലും വിജയിക്കാൻ പറ്റാത്ത സമയത്ത് ഒരു പൈസ പോലും ചിലവാക്കാതെ ഈ ബിസിനസ് സക്സസ് ആവാൻ സാധിച്ചതാണ് എന്നെ ഏറ്റവും ഇതിൽ സീരിയസ് ആക്കി എടുക്കാൻ സാധിച്ചത്. വർക്ക് സ്മാർട്ട്, ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ചെയ്യുന്നുണ്ടോ? ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള ഹാർഡ് വർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടോ. കുറേ ആൾക്കാരെ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട്, ഐഡിയ എടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ടോ? നമ്മൾ ഓട്ടോ ബക്കറ്റിൽ വെള്ളം ഒഴിച്ച പോലെ. ഐഡിയ എടുക്കും, ജോയിനിങ് ആവും, നെറ്റ്വർക്കിൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അടുത്ത ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ, പിന്നെ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ, ഇങ്ങനെ ചെയ്ത് പോകുന്നുണ്ടാവും. തിരിഞ്ഞ് നോക്കുമ്പോൾ ബാക്കിൽ ആരും കാണാനുണ്ടാവും. ഹാർഡ് വർക്കാണ്. നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് വെച്ചാൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ മീറ്റിങ്ങിലും കയറുന്നുണ്ട്. എപ്പോൾ നോക്കിയാൽ ഈ പേര് അവിടെ കാണാൻ സാധിക്കും. സാറേ 2 വർഷമായി എല്ലാ മീറ്റിംഗും അറ്റൻഡ് ചെയ്യുന്നു, എനിക്കൊന്നും ആവാൻ സാധിച്ചിട്ടില്ല. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വെച്ചാൽ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ സീരിയലിലായിരിക്കും, ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ബിസി ആയിരിക്കും. സമയം ഒരുപാട് ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബിസിനസ് ആവശ്യമില്ലാത്ത കുറേ ആൾക്കാർ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സിസ്റ്റമാറ്റിക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് വർക്ക് വരില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിസ്റ്റമാറ്റിക്കായി ചെയ്യുന്നെങ്കിൽ പോലും എനിക്ക് നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. അത് എന്നോടൊപ്പം എല്ലാവരും സിസ്റ്റത്തിൽ വരാതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ്. ഇവിടെ സിസ്റ്റത്തിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് വർക്കാണ്, ഇതിലൊരു ഹാർഡ് വർക്ക് കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ എക്സ്പാൻഡ് ചെയ്യുക, നമ്മുടെ ബിസിനസ് പല സ്ഥലങ്ങളിലേക്കും എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇതിൽ കുറച്ച് സ്ലൈഡിൽ കുറച്ച് കാര്യങ്ങൾ പറയുള്ളൂ, ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഡീറ്റെയിൽ പറഞ്ഞിരുന്നുണ്ടോ. ബി കൺസിസ്റ്റൻറ്റ്, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് ഷെയർ ചെയ്യാം. ഇന്ന് ഒരാളോട് പറഞ്ഞ് ഇന്നത്തെ 2 മണിൻ്റെ പ്രസൻറ്റേഷനിൽ കയറാൻ പറയും, അല്ലെങ്കിൽ 5 മണിക്ക് വിളിക്കും, 9 മണിക്ക് വിളിക്കും. ഈ സമയത്ത് കയറിയിട്ടില്ലെങ്കിൽ ആ 1-2 ആൾക്കാരോട് പറഞ്ഞ് അവർ കയറിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഒരു ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് പിന്നെ ഒരു പരിപാടി ഉണ്ടാവില്ല. കാരണം അവർ കയറിയില്ലല്ലോ, ആ വിഷമത്തിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അടുത്ത ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും 2-3 ആൾക്കാരോട് പറയും. പിന്നെ അടുത്ത ആഴ്ച ആയിരിക്കും, പിന്നെ അടുത്ത മാസമായിരിക്കും, പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇത് കൺസിസ്റ്റൻസ് ആയി ചെയ്യുക സാധനം. നിങ്ങൾ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നെങ്കിൽ അത് സ്ഥിരമായിട്ട് ചെയ്യുക. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതും കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുക. സ്ഥിരതയോടുള്ള ഒരു കസ്റ്റമറായി മാറാൻ ശ്രമിക്കുക. എല്ലാം കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കവിടെ റിസൾട്ട് കിട്ടുള്ളൂ. ബി പാഷനേറ്റ്, ഇഷ്ടത്തോടെ ചെയ്യാം അല്ലേ? എന്താണ് നമ്മൾ ഇഷ്ടത്തോടെ, ആരുടെയും നിർബന്ധത്തിലായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഐഡിയ എടുത്തിട്ടുണ്ടാവും, രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ മീറ്റിങ്ങിൽ കയറാൻ പറഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. പല ആൾക്കാരും മെസ്സേജ് അയക്കുന്നത് ഇഷ്ടത്തോടെയല്ല, മക്കളുടെ എക്സാമാണ്. വീട്ടിൻ്റെ മുറ്റത്ത് പോലും പ്രോഗ്രാം നടന്നാൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത, ഫിസിക്കൽ പ്രോഗ്രാം നടന്നാൽ പോലും വീട്ടിൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് പോയാൽ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് ആൾക്കാർ പോവാതിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ടീമിൽ തന്നെ. മെഗാ ഫങ്ഷൻസ് വന്നാൽ അത് അറ്റൻഡ് ചെയ്യാൻ മടി കാണിക്കുന്ന ആൾക്കാർ. എന്തുകൊണ്ടാണ്? അത് നിർബന്ധിക്കണം, ആൾക്കാർ നിർബന്ധിച്ചാൽ പോലും പോകാൻ മടിക്കുന്ന ആൾക്കാർ. ഇത് നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ബിസിനസ്സാണ്. നിങ്ങളുടെ ജനറേഷനെ സേഫ് ആക്കി എടുക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. അത് ആരുടെ നിർബന്ധത്തിൽ ചെയ്തിട്ടാണോ ചെയ്യേണ്ടത്? നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യല്ലേ. നമ്മൾ എന്തു കാര്യം ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് കൂടും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ നല്ലൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് ആ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ സൂപ്പർവൈസർ വെച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്തോളൂ, ഇനി ഇത് തുടങ്ങിക്കോ പറഞ്ഞാൽ നമ്മളെ മൂടങ്ങ് ഓഫ് ആവില്ലേ, പിന്നെ ചെയ്യാൻ നമുക്കൊരു മൂഡ് കിട്ടില്ല. കാരണം അത് അവരുടെ നിർബന്ധത്തിൽ നമ്മൾ ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. ഇവിടെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആദ്യം നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക.
ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ബിസിനസ് ഈസി ആയിട്ട് മൂവ് ചെയ്യിച്ചാൽ മതി. കാരണം നമ്മൾ ആദ്യം ഈ ബിസിനസ് വന്ന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇന്ന് പല ആൾക്കാരുടെ പ്രശ്നം എന്നറിയോ, എനിക്ക് പല ആൾക്കാർ മെസ്സേജ് അയക്കുന്ന തന്നെ, സാറേ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആൾക്ക് ഷെയർ ചെയ്ത സമയത്ത് അവർ ഒരുപാട് നെഗറ്റീവാണ് എന്നിട്ട് അവരുടെ നെഗറ്റീവ് കംപ്ലീറ്റ് എനിക്കങ്ങ് അയച്ചു. സാധനം എപ്പോഴും വാങ്ങിക്കണ്ടേ, ഇത് ആരെങ്കിലും താഴെ വന്ന് ജോയിൻ ചെയ്താലേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ, അവർ സാധനം വാങ്ങിച്ചാലല്ലേ വരുമാനം കിട്ടുള്ളൂ, ഇങ്ങനെയുള്ള 100 നെഗറ്റീവായിട്ട് ഇങ്ങോട്ട് അയച്ചിരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ആൾക്കാർ വരണ്ടേ? ആൾക്കാരില്ലാതെ എന്തെങ്കിലും സ്ഥാപനം നമുക്ക് നടത്തിപ്പോകാൻ സാധിക്കും തോന്നുന്നുണ്ടോ? ഒരു പെട്ടിക്കട തുടങ്ങാൻ, നിലക്കടല വറുത്ത് വെക്കുന്ന ഒരു പെട്ടിക്കട തുടങ്ങിയാൽ പോലും അവിടെ കടല വാങ്ങിക്കാൻ ആൾക്കാർ വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വരുമാനം ഉണ്ടാവോ? ഏതെങ്കിലും ബിസിനസ്സിൽ ആൾക്കാരില്ലാതെ വരുമാനം കിട്ടിയതായി കണ്ടിട്ടുണ്ടോ? ഒരു ഹോസ്പിറ്റൽ ആയെങ്കിൽ അവിടെ രോഗികളില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പൂട്ടിപ്പോവും. ഒരു ബസ് മുതലാളി ബസ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ പാസഞ്ചർ കയറിയിട്ടില്ലെങ്കിൽ ബസ് ഓടില്ല, ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കസ്റ്റമർ ഇല്ലെങ്കിൽ അത് നടക്കില്ല. ഇവിടെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് കസ്റ്റമർ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം വരുള്ളൂ. മറ്റുള്ള എല്ലാ ബിസിനസ്സിലും അഡ്വർടൈസ്മെൻറ്റ് വഴി കസ്റ്റമർ വരുവാണെങ്കിൽ ഇത് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലാണ് കസ്റ്റമർ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എടുക്കുന്ന തീരുമാനം, ഈ ബിസിനസ് നമ്മൾ ഒരു ഇഷ്ടത്തോടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബിസിനസ്സിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ, പിന്നെ ആരെങ്കിലും വന്ന് അതിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മളെ സ്ട്രോങ് ഡിസിഷൻ, ഉറച്ച തീരുമാനം, ദൃഢനിശ്ചയം, നമ്മൾക്കിതിൽ വിജയിക്കാൻ പറ്റുന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് ആദ്യം ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. ഇന്ന് പല ആൾക്കാർക്കും പ്രശ്നം മീറ്റിങ്ങിലോട്ട് വരാൻ സമയമുണ്ടാവില്ല. ഇനി അഥവാ വന്നാൽ അത് കേൾക്കുക ഒരു സീരിയൽ മനോഭാവത്തിൽ കേൾക്കണം. അത് മനസ്സിലായിട്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. എന്താണ് മനസ്സിലാവാതെ പറഞ്ഞാൽ അത് ഒരാൾക്കൊരു സംശയം ഉണ്ടാവില്ല. പക്ഷേ ഇതൊന്നും അറിയില്ല. ആ സംശയങ്ങൾ ചോദിച്ച് പഠിച്ചാൽ, ചില പുതിയ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് സംശയങ്ങൾ ചോദിക്കാം. ഗ്രൗണ്ട് ഡയറക്ടർ ആവുന്നത് എങ്ങനെയാണ്, 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്, അതെനിക്ക് വളരെ അവർക്ക് സംശയമാണ്. ഞാൻ ചോദിച്ചാൽ ഞാൻ എന്ത് വിചാരിക്കുന്നുള്ളത്. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാണ് ഈ ബിസിനസ് പഠിക്കുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന നെഗറ്റീവുകൾ പറഞ്ഞ് ഇതിനെന്താണ് സാർ ഉത്തരം കൊടുക്കേണ്ടത്, ആ ചോദ്യമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇന്ന് പല ആൾക്കാരും ചെയ്യുന്ന എന്താണ്, അവരിങ്ങനെ പറഞ്ഞു സാറേ അതുകൊണ്ട് എനിക്ക് പറ്റും തോന്നില്ല കേട്ടോ, ഇയാൾ ഇങ്ങനെ പറഞ്ഞു സാർ അതുകൊണ്ട് എനിക്ക് പറ്റും തോന്നില്ല. അങ്ങനെയല്ല, നമ്മളെ എപ്പോഴും ഷെയർ ചെയ്യേണ്ടത്, അപ്പോഴോട് പറയേണ്ടത്, അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിനെന്താണ് ഉത്തരം കൊടുക്കേണ്ടത് സാറേ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണോ? ഈ നെഗറ്റീവ് എന്തുകൊണ്ടാണ് കേൾക്കുന്നത് അറിയോ? നിങ്ങൾ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഫോണിലൂടെയോ ഈ ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ടോ? പല ആൾക്കാർക്കും ഇത് ഞാൻ സൂമിലേക്ക് വരാൻ സമയമില്ല എന്ന് പറയുമ്പം വാട്സപ്പിലൂടെ പറയാൻ പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് കാര്യം നിങ്ങളായിട്ടങ്ങ് വിളമ്പിയങ്ങ് കൊടുക്കും. അപ്പോൾ അവിടെ തന്നെ 100 ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. അവിടെയാണ് നമ്മൾ ഡൗൺ ആയി പോകുന്നത്. സൂമിലേക്ക് വരാൻ സമയമില്ല, ഓൺലൈനിലേക്ക് വരാൻ സമയമില്ലാതെ വ്യക്തിയുടെ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. എന്നൊരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച മലപ്പുറത്ത് തിരൂർ ഒരു പ്രോഗ്രാം ഉണ്ട്, അവിടെ പോയാൽ മതി. സൂമിലേക്ക് വരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടത്തേക്ക് പോയിക്കോളൂ. 1500 ടിക്കറ്റിന് വരുള്ളൂ, അവിടെ പോയാൽ മതി. അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അവിടെ ഏതെങ്കിലും അടുത്ത് അവിടെ പോയാൽ മതി. അപ്പോൾ അദ്ദേഹം ഓട്ടോമാറ്റിക് സൂമിലേക്ക് വരും. കാരണം അദ്ദേഹത്തിന് വണ്ടിക്കൂലി കൊടുക്കണ്ട, ബർമുടി ഇട്ടിട്ടോ അല്ലെങ്കിൽ ലുങ്കി എടുത്തിട്ടോ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, വീഡിയോ ഓഫാക്കി കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും, പൈസ ചിലവില്ല. അപ്പോൾ സൂമിലേക്ക് വന്നോളൂ. നിങ്ങൾ സൂമിലേക്ക് വരില്ല എന്ന് പറയുമ്പം ഇത് കംപ്ലീറ്റ് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ബിസിനസ് സീരിയസ് ആയി എടുക്കില്ല. എന്നോട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ പറയും, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഈ മാസം സമയമില്ലെങ്കിൽ അടുത്ത മാസം വന്നോളൂ, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അപ്പുറത്തെ മാസം വന്നോളൂ. നമ്മൾ 365 ദിവസം ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. എപ്പോഴാണോ റിലാക്സ് ആവുന്നത് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ബിസിനസ് പറഞ്ഞുതരാം. അന്നേരമാണ് ആ സമയത്ത് ആ ദിവസം തന്നെ ആ മണിക്കൂറിൽ തന്നെ അവർ അടുത്ത പ്രസൻറ്റേഷൻ കയറി വരും. കാരണം ഇത് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ബിസിനസ് അവർക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കതിന് ആ വിശ്വാസക്കുറവ് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം എങ്ങനെയെങ്കിലും ഒരാളെ പിടിച്ച് തന്നെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് വിജയിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നലുള്ളതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു ബിസിനസ്സിൻ്റെ തീരുമാനം എടുത്ത വ്യക്തികളല്ല എങ്കിൽ ഒരാളെയും കിട്ടിയിട്ട് കാര്യമില്ല, നമ്പർ കൂടിയിട്ട് യാതൊരു പ്രയോജനമില്ല. ഇതിലൂടെ വിജയിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുക. ഇന്നലത്തെ നമ്മൾ രാവിലത്തെ സെഷനിൽ കണ്ടിട്ടുണ്ടാവും, ആരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കണം അല്ലേ? ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇഷ്ടത്തോടെ ഈ ബിസിനസ് ചെയ്യുക. നിങ്ങൾ 100% ഈ ബിസിനസ് ഇഷ്ടത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് നിങ്ങളുടെ തലയിലോട്ട് കയറും, ആരുടെയും നിർബന്ധത്തിലല്ലാതെ.
അതുപോലെ മെയിൻറ്റെയിൻ സെൽഫ് റെസ്പെക്ട്, അതിനെക്കുറിച്ച് ഞാൻ അത്ര ഡീറ്റെയിൽ പറയുന്നില്ല. കീപ് തിങ് ബാലൻസ്. ഇതിൽ നമുക്കറിയാം പല ആൾക്കാർക്ക് പ്രസൻറ്റേഷൻ ചെയ്യാൻ നല്ല കഴിവുണ്ടാവും, ചില ആൾക്കാർക്ക് ഓർഗനൈസേഷൻ ചെയ്യാൻ കഴിവുണ്ടാവും, ചില ആൾക്കാർ റിലേഷൻ ബിൽഡ് ചെയ്യാൻ കഴിവുണ്ടാവും. ഇതെല്ലാം ഒരാൾക്ക് ഒന്നും കഴിഞ്ഞു വരില്ല. പക്ഷെ നമ്മൾ ഏതാണോ നമുക്ക് വീക്ക്നെസ് ആയിട്ടുള്ളത് അതിന് മെയിൻറ്റെയിൻ ചെയ്ത് ശ്രമിക്കുക, സ്ട്രെങ്തൻ ആക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്താണ് കഴിവ് കൂടുതൽ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് എനിക്ക് ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാൻ ഒന്നും അറിയില്ല. ഇതിൽ വന്ന് എൻ്റെ ലീഡേഴ്സ് തന്നെ ഓരോന്നോരോന്ന് പഠിപ്പിച്ച് എനിക്ക് ഇതിലാണ് കഴിവ് കൂടുതൽ അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അവർ കൊണ്ടുവന്ന് കുറച്ച് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് എനിക്ക് ഇത്രയും പ്രസൻറ്റേഷൻ ചെയ്യാൻ കഴിവ് സാധിച്ചു. പിന്നെ നമ്മളോടൊപ്പം അസോസിയേഷൻ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക. നല്ലൊരു റിലേഷൻ, ഫാമിലി പോലെ, നമ്മളെ കുടുംബാംഗങ്ങളെ പോലെ അവരായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇന്ന് എല്ലാ ആൾക്കാരും ഒരു PV വേണ്ടി അല്ലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് PV കയറാൻ വേണ്ടി മാത്രം റിലേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനുവേണ്ടി ഓൺലൈൻസിലൂടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പല ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർ ഫീൽ ചെയ്തിട്ടുണ്ടോ? പല അപ്ലയൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആദ്യം നമ്മൾ സംസാരിക്കുന്ന രീതി, അവരെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും മനസ്സിലാക്കാനും എവിടെയാണെന്ന് കുറേ ദിവസമായിട്ട് കാണാതെ, എന്താ മീറ്റിംഗൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി, ആ രീതിയിലൊക്കെ ഒരു റിലേഷനൊക്കെ സംസാരിച്ച് അവരെപ്പോഴും ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് ലാസ്റ്റ് മാത്രമേ ബിസിനസ് കുറിച്ച് പറയാനും പാടുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഫീഡ്ബാക്ക് എടുക്കുക. നിങ്ങൾ അപ്ലൈനുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ചെയ്തതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സാർ, എനിക്ക് അത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ലോണം പോയിന്റ്സ് ഉണ്ടായിരുന്നു, നല്ലൊരു വരുമാനം വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം അത്രത്തോളം പറ്റുന്നില്ല, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അതിനെക്കുറിച്ച് നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കും. നിങ്ങൾ അപ്ലൈനായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്കവിടെ റിസൾട്ട് വരുള്ളൂ. ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഒരു സീരിയൽ മനോഭാവത്തിൽ, അങ്ങനെ ഒരു സിനിമ കാണുന്ന മനോഭാവത്തിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ദിവസങ്ങൾ വർഷങ്ങളങ്ങ് പോയിക്കൊണ്ടിരിക്കും. അല്ല, നിങ്ങൾ ഇത് ഇരിക്കുന്ന നിങ്ങളുടെ ഒരു മണിക്കൂറിൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾ കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ, നമ്മൾ റെഗുലർ പ്രസൻറ്റേഷൻ ചെയ്യുന്ന നിങ്ങൾക്കറിയാം 2 മണിക്കൂർ 5 മണിക്കൂർ പ്രസൻറ്റേഷൻ ചെയ്യാറുണ്ട്. അത് സ്ഥിരമായിട്ടിരുന്ന് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ പോലും അതിൻ്റെ ഒരു സ്ലൈഡിൽ പറയുന്ന ആ സെൻറ്റൻസ് പോലും കംപ്ലീറ്റ് പറഞ്ഞു നോക്കാതെ എത്ര ആൾക്കാരുണ്ട്. ആരുടെ ബിസിനസ്സാണിത്? എൻ്റെതാണ് അല്ല. പറയുന്ന പ്രസൻറ്റേഷൻ ചെയ്യുന്ന ലീഡേഴ്സിൻ്റെ ബിസിനസ്സാണ്, നിങ്ങളുടെ ബിസിനസ്സാണ്. അതിൻ്റെ അകത്തുള്ള ഓരോ വാക്കുകളും, ഓരോ സ്ലൈഡിൽ വരുന്ന വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. അതെങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് നോക്കും. പല ലീഡേഴ്സും പല രീതിയിലും പറഞ്ഞിട്ടുണ്ടാവും. അതിനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ലീഡേഴ്സ് വെച്ച് ആ സ്ലൈഡ് ഒന്ന് അയച്ചു തരാൻ പറയാം, സാർ എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. 1-2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് പ്രസൻറ്റേഷൻ ചെയ്ത് നോക്കുക. ഒരു 3-4 പ്രാവശ്യം പ്രസൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ഞങ്ങളെപ്പോലെ തന്നെ ലീഡറായി മാറും. കാരണം നിങ്ങൾ ഇതിലൊരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യും, നിങ്ങൾ ഇയാൾ സംസാരിക്കുന്ന വ്യക്തിയാണോ, പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ടോ, ഇയാൾ നല്ല അടിപൊളി ലീഡറല്ലേ, അദ്ദേഹത്തിൻ്റെ ടീമിലാണ് ഞാൻ വന്നിരിക്കുന്നതല്ലേ, ആ ഒരു ചിന്ത അവർക്ക് വരുന്നുണ്ടോ. ഇവിടെ എന്താ സംഭവം? ജോയിൻ ചെയ്യിപ്പിച്ച ആൾ മീറ്റിങ്ങിനും കയറില്ല, കറങ്ങി നടക്കുകയാണ്. താഴെ വന്ന് ഡൗൺലൈൻസ് വന്ന് നോക്കുമ്പോൾ ഇയാളൊന്നും മീറ്റിങ്ങിലില്ല, പിന്നെ ഞാനെന്തിനും എല്ലാ ദിവസവും കയറേണ്ട ആവശ്യം? വല്ലപ്പോഴും കയറിയാൽ മതിയെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് കാണാനില്ല. അദ്ദേഹം ലിങ്കും ഷെയർ ചെയ്തിട്ട് പോക്കങ്ങ് പോകും. മീറ്റിംഗ് ഉണ്ട്, ഇന്ന് ടീം മീറ്റാണ്, എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന വോയിസ് മെസ്സേജ് ഇട്ടൊരു പോക്ക് പോകും. അദ്ദേഹം കറങ്ങി നടക്കും. ഞാൻ മാത്രമേ മീറ്റിങ്ങിൽ ഫീലിങ്സ് വരുന്നുണ്ടോ. ഇവിടെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് പക്ക ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണിത്. നിങ്ങൾ ഇത് ബിസിനസ്സിൽ വന്നു, ഐഡിയ എടുത്തു, എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരും അതിന് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടോ. ഒരു 5 BBയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തെങ്കിൽ നേരെ അത് ഡ്യൂപ്ലിക്കേഷനെ വരുന്നുണ്ടോ. അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു 5 ഫിംഗർ ഫോർമുലയുണ്ട്. നമുക്ക് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയി വിജയിക്കേണ്ട ഒരു 5 ഫോർമുലയാണ്. ഒന്ന്, നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ്, വായനാശീലമുള്ള ആൾക്കാരാണെങ്കിൽ ബുക്സ് വായിക്കുക. എനിക്ക് തീരെ ഇല്ലാത്ത സാധനം. പണ്ട് ബാലരമയും ബാലമംഗളമൊക്കെ വായിച്ച ശീലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പത്രം വായിക്കുന്ന സമയത്ത് ക്രിക്കറ്റിൻ്റെ പേജ് മാത്രമേ വായിക്കുള്ളൂ, അല്ലെങ്കിൽ ചരമക്കോളം മാത്രമേ വായിക്കുള്ളൂ. വേറെ ആവശ്യമുള്ള കാര്യമൊന്നും ഞാൻ വായിക്കാറില്ല. വായന വളരെ മടിയായിരുന്നു. ഇപ്പോഴും അത് തന്നെ, എനിക്ക് ഇപ്പം തീരെ സമയമില്ല. പക്ഷേ അതിന് ശീലമുള്ള ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള ബുക്സ് വായിക്കട്ടോ. മനോരമ, മംഗളമല്ല, നിങ്ങൾക്ക് ഈ ബിസിനസ്സിന് വിജയിക്കാൻ പറ്റുന്ന ഒരുപാട് ബുക്സ് ഉണ്ട്. മാജിക് ഓഫ് തിങ്കിങ് ബുക്സ്, അങ്ങനെ ഒരുപാട് ബുക്സ് ഇതിൻ്റെ അകത്തുണ്ട്. അബ്ദുൽ കലാമിൻ്റെയൊക്കെ ബുക്ക് ഉണ്ട്, അതൊക്കെ വായിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട്. അബ്ദുൽ കലാം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. അദ്ദേഹം ഓൾറെഡി പണ്ടേ പ്രവചിച്ചാണ് 2021 കാലഘട്ടങ്ങളിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ അത്രക്കും നല്ല ഒരു സമയം വരുന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ വാക്കും ശ്രദ്ധിച്ചു നോക്കുക. 2021 കഴിഞ്ഞപ്പോഴാണ് കേരള ഗവൺമെൻറ് പോലും ഈ ബിസിനസ് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ്. അതുപോലെ ഫങ്ഷൻസ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫങ്ഷൻ വരാറുണ്ട്.
ഒരുപാട് മേക്കാ പ്രോഗ്രാം വരാറുണ്ട്. ഇന്നിപ്പം FRE എന്ന് പറഞ്ഞ പ്രോഗ്രാം വരാൻ പോകാം. 3ാമത്തെ FRE ആണ് ഹൈദരാബാദ് വരാൻ പോകുന്നത്. ഇന്ന് നമ്മളെ ടീമിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈദരാബാദ് പോകണ്ടേ, 2 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യണ്ടേ, ട്രെയിൻ ടിക്കറ്റ് പോകണ്ടേ, അവിടുത്തെ 7000 രൂപ ചിലവ്, ടിക്കറ്റ് ചിലവ്, ഇതൊക്കെ എക്സ്പെൻസായി കാണുന്ന ആൾക്കാരാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാരും പഠിക്കുന്ന ആൾക്കാരാണ്. എത്ര ഫീസ് കൊടുക്കുന്നുണ്ട്? ഇപ്പം എൻ്റെ മോള് +1 ആണ്, +2 ആണ്, അടുത്ത ഡിഗ്രിക്ക് ചേർക്കാൻ എന്തിന് പഠിക്കണം ഞാൻ കോഴ്സുകൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്ത് ഫീസാണ് വരുന്നത്. ഞങ്ങൾ ഞെട്ടിപ്പോയി ആ ഫീസൊക്കെ കേട്ടപ്പോൾ. ഇത്രയും പൈസ കൊടുത്തിട്ട് എല്ലാ പേരൻസും മക്കളെ പഠിപ്പിക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കണം. ഇത്രയും എക്സ്പെൻസ് ആക്കിയിട്ട് പോലും ആ പെൺകുട്ടികളൊക്കെ ജോലിക്ക് പോകുന്നുണ്ടോ? വരുമാനം വാങ്ങിക്കാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഒരു ഫംഗ്ഷൻ 150 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് വലിയൊരു ഫംഗ്ഷൻ, നമുക്ക് ട്രെയിനിങ്സ്, ഈ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന പ്രോസസ്സ് പറഞ്ഞിരുന്ന ബിസിനസ്സിൽ ആ ഫംഗ്ഷൻ പോകാൻ പറഞ്ഞാൽ 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ തന്നെ ആൾക്കാർ ചോദിക്കും അവിടെ എന്താ ഭക്ഷണം എന്ന് ചോദിക്കും. 50 രൂപ ടിക്കറ്റ് എടുത്ത സമയത്തേക്കും ഈ 50 രൂപ കൊടുത്ത് അവിടെ എന്ത് ഭക്ഷണം കിട്ടുമോ? ബിരിയാണിയാണോ? ബിരിയാണി കഴിക്കാൻ വേണ്ടി ഫംഗ്ഷൻ പോകുന്ന ആൾക്കാരാണ്. മനസ്സിലായി? അവിടെ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിലായിരിക്കും പ്രോഗ്രാം നടക്കണ്ടാവും. ആ ഹാളിൻ്റെ ബുക്ക്, ആ ടിക്കറ്റ്, ആ ഒരു ഹാളിൻ്റെ ചാർജ് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇവിടെ ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് ലീഡർമാർ കൊടുത്താൽ പോരെ പൈസ, അവർ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരിലേക്ക്. നാളെ നമ്മൾ ലീഡറല്ലേ, നാളെ നമ്മൾ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ. നമ്മുടെ ഡൗൺലൈൻസ് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇവിടെ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി അവിടെ എന്ത് എക്സ്പെൻസ് വരുന്നുണ്ടോ അതെല്ലാവരും ഒരു 50, 10, 30 ഇട്ട് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ വളരെ ഭംഗിയിൽ ചെയ്യാൻ പറ്റും. കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ലീഡേഴ്സ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്ന് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഹോട്ടൽ റൂം എടുത്ത് താമസിച്ച് 1, 2, 3 ദിവസം നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടീം പോലും കേരളത്തിൽ ഉണ്ടാവില്ല. അദ്ദേഹം നമ്മളെ സഹായിക്കാൻ വേണ്ടി വിന്നിങ് ടീമിൻ്റെ സെർവർ എന്ന രീതിയിൽ വന്ന് നമ്മളെ ഇതിൻ്റെ എല്ലാ രീതിയിലും 10 ലക്ഷം എങ്ങനെ വാങ്ങിക്കാം, 50 ലക്ഷം എങ്ങനെ വാങ്ങിക്കാം എന്നുള്ള സിസ്റ്റം പറഞ്ഞു തരുന്ന സമയത്ത് 50 രൂപയുടെ ടിക്കറ്റ് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അല്ലെങ്കിൽ ഒരു ദിവസം വേസ്റ്റാക്കി കളയേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അതേ ദിവസം നിങ്ങളൊരു കൂട്ടുകാരെ വിളിച്ച് പറയാം നമുക്ക് നാളെ ഊട്ടിയിലൊന്ന് പോയാലോ, ഒരാൾക്ക് വണ്ടിക്കൂലി 12,000 നമുക്ക് പോയാലോ, റെഡി, ഞാനും വരാം, വൈഫും വരെ മക്കളും ഉണ്ടാവും എന്നിട്ട് പോകും. അന്നേരം 12,000 24,000 കൊടുക്കാൻ റെഡിയാണ്. കടം വാങ്ങിച്ചിട്ട് നമ്മൾ പോകും. കാരണം ഊട്ടിയിൽ കറങ്ങാനാണ് പോകാൻ പറ്റുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഊട്ടി പോയി കഴിഞ്ഞാൽ അതിന് എത്ര പൈസ ചിലവാക്കാൻ നമുക്ക് ഒരു മടിയുണ്ടാവും. പക്ഷേ ഒരു 150 രൂപ കൊടുത്തെങ്കിൽ ഒരു 50 രൂപ കൊടുത്തൊരു ഫംഗ്ഷൻ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സമയമില്ല, 50 രൂപ വേസ്റ്റായി പോകുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. ഇന്ന് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിങ്ങൾ എത്ര വരുമാനം ആഗ്രഹിക്കുന്നു, എത്ര ലക്ഷം വരുമാനം ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ നാട്ടിലൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എത്ര വില കൊടുത്താലും അത് പങ്കെടുക്കാൻ ശ്രമിക്കുക, അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് 100% വിജയിക്കുന്നുണ്ടാവും. ഈ ഫംഗ്ഷനെ കുറിച്ച് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് പറയാൻ കാരണം ഈ അടുത്ത ആഴ്ച ഹൈദരാബാദ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഓൾറെഡി ഇന്ത്യയിലും വർഷത്തിൽ 3 FRE വരുന്നതാണ്. 2 കഴിഞ്ഞു. ഹൈദരാബാദ് 2 ഫംഗ്ഷൻ കഴിഞ്ഞു, 1 കഴിഞ്ഞു, 2ാമത്തെ ഇത് വരാൻ പോണു. ഡൽഹിയിൽ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു. കേരളത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കേരളത്തിൽ നമ്മുടെ ആൾക്കാർ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചാൽ പോലും വരാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മളെ ഹൈദരാബാദിലുള്ള ഫംഗ്ഷൻ നമ്മൾ കേരളത്തിൽ കിട്ടാത്തത്. കൊച്ചിയിൽ വരുന്നുണ്ട് ഡ്രീം നൈറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം മെയ് 10 വരുന്നുണ്ട്. ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഫംഗ്ഷൻ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പോവാം. അതുകൂടാതെ ഈ തിരുവല്ല വരുന്നുണ്ട്, അടുത്ത ആഴ്ച വരുവാണ്. തിരുവല്ലയിൽ വലിയൊരു പ്രോഗ്രാമാണ്, ആയിഷ താത്തിൻ്റെ റെഹാനത്തിൻ്റെ പ്രോഗ്രാം. നിങ്ങൾ ആരെങ്കിലും അതിനടുത്തുള്ള ഏതെങ്കിലും ജില്ലയിലുള്ള ആൾക്കാർ, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലയിലുള്ള ഇടുക്കി ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ പോകാൻ സാധിക്കുകയാണെങ്കിൽ 1-2 മണിക്കൂർ യാത്ര ചെയ്ത് പോകാൻ സാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന പ്രോഗ്രാം ആയിരിക്കും അത്. അതുകൊണ്ട് മാക്സിമം സുഹൃത്തുക്കൾ, നമ്മുടെ ഗ്രൂപ്പിലൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്താണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ടീമിലുള്ള ഏതെങ്കിലും മെമ്പേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ അവരെ അത് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ പല ആൾക്കാരും നോട്ടീസ് ചെയ്യാറുണ്ട്, വളരെ സങ്കടം തോന്നിയിട്ടുണ്ട് എനിക്ക്. അവർ ഇത്രയും സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, വരുമാനം ആഗ്രഹിക്കുന്നുണ്ട്, അത്രയ്ക്കും കമ്മിറ്റഡായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പഠിക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. പ്രത്യേകിച്ച് ലേഡീസിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് നെഗറ്റീവായിരിക്കും, ഹസ്ബൻഡ് സമ്മതിക്കിരിക്കും. സ്നേഹമുള്ള ഭാര്യയും ഭർത്താവാണെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സമ്മതിക്കാതിരിക്കില്ല. എന്തുകൊണ്ടാണ് ഹസ്ബൻഡ് നെഗറ്റീവ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ഇതിന് മുന്നേ 25,000 കൊടുത്ത് ഏതോ കമ്പനിയുടെ സാധനം വാങ്ങിച്ച് കട്ടിൻ്റെ അടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 25,000 കളയാൻ മടിക്കുന്നതുകൊണ്ടാണ് ഹസ്ബൻഡ് സമ്മതിക്കാതെ ഈ ബിസിനസ്സിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആരെങ്കിലും ഇത് ചെയ്ത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുള്ളിൽ വെസ്റ്റേജ് വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹസ്ബൻഡിൻ്റെ ഒരു പെർമിഷൻ വാങ്ങിക്കുക, ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് വാങ്ങിക്കുക.
എനിക്ക് 100% വെസ്റ്റീജിൽ വിശ്വാസമുണ്ട്. എനിക്ക് ജസ്റ്റ് ഒരു മെൻ്റൽ സപ്പോർട്ട് തരൂ, ഇതിലൂടെ ഞാൻ വിജയിച്ച് കാണിച്ചു തരാം. ആ ഒരു മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരാളെയും പേടിക്കണ്ട. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും അവിടെ നിന്ന് കിട്ടും. അവർ ബിസിനസ് ഒരു വർക്കും ചെയ്യേണ്ട, ഒരു ഹാർഡ് വർക്കും ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താതെ മതി. കുറേ ദിവസമായാലും മീറ്റിംഗ് കണ്ടിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ, ഇത്ര രൂപക്ക് പുടച്ച് വാങ്ങിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. ഈ ഒരു നിരുത്സാഹപ്പെടുത്താൻ നമുക്ക് എപ്പോഴും കിട്ടും, നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് നെഗറ്റീവായി പോകും. അതുകൊണ്ട് ആദ്യം നമ്മൾ ഫാമിലിയിൽ നിന്നും ഒരു പെർമിഷൻ വാങ്ങിക്കുക. എനിക്ക് ഈ ബിസിനസ്സിൽ 100% വിശ്വാസമുണ്ട്, അതുകൊണ്ട് എന്നെ നിരുത്സാഹപ്പെടുത്തരുത്. എനിക്ക് ജസ്റ്റ് ഒരു കോൺഫിഡൻറ്റ് തന്നാൽ മതി, ഞാൻ ഇതിലൂടെ വിജയിച്ച് കാണിച്ചു തരാം. കാരണം ഇത് അവർക്കും കൂടിയാണ്. നിങ്ങളെ ഫാമിലി സപ്പോർട്ട്, നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ലേഡീസ് ആണെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞ്, കാരണം സ്നേഹമുള്ള ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യും. ഇനി ജെൻസ് ആണ് ഇത് ചെയ്യുന്നെങ്കിൽ ഇത് വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അവരെ മീറ്റിങ്ങിൽ അടുത്തിരുത്താൻ ശ്രമിക്കുക, അവരിങ്ങളോടൊപ്പം ഉണ്ടാവും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം, നാലാമത്തെ പ്രൊഡക്റ്റ്. ഞാൻ ഈ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ആദ്യത്തെ സൈഡ് എത്ര പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ പറയാനുള്ള കാരണം പ്രൊഡക്റ്റ്, ഇതിൻ്റെ നട്ടെല്ലാണ് പ്രൊഡക്റ്റ്. വെസ്റ്റീജ് കമ്പനി നമുക്ക് തരുന്ന 480-ൽ പരം പ്രൊഡക്റ്റ്. 100% നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിയെ മാറാൻ ശ്രമിക്കുക. ഇന്ന് പല നെറ്റ്വർക്ക് കമ്പനികളും പല കമ്പനികളും ചെയ്യുന്ന എന്താണ്, പല ലീഡർമാർ ചെയ്യുന്ന എന്താണ്, ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ 3, 4, 5, 6 മീറ്റിങ്ങുകൾ മോട്ടിവേഷൻ കൊടുത്ത് സ്റ്റേജിലൂടെ കാർ ഇറക്കി ഇവിടുന്ന് BMW, മെർസിഡീസ് ബെൻസും സ്റ്റേജിലൂടെ ഇറങ്ങി വരുന്നത് കാണുമ്പം അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെ വിചാരം ഈ കാറൊക്കെ നമുക്കും വരുന്ന, അല്ലെങ്കിൽ അവരുടെ ലീഡർമാരുടെ വരുമാനം കാണിച്ചു തന്നിട്ട് നമ്മളതും കണ്ടിട്ട് 28,000-നും 30,000-നും 50,000-നും സാധനം വാങ്ങിച്ചിട്ട് 28,000 കൊടുത്താൽ 12 ക്രീമാണ് കിട്ടുക. ഇതും വെച്ച് നമ്മൾ ഇരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് എല്ലാം പറഞ്ഞിട്ടോ. ഏതൊരു സാധാരണക്കാർക്കും സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിൽ, ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന വാക്കാണത്, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ്. നിങ്ങൾ ഈ ഒരു ഓർഗനൈസേഷനിൽ മാത്രമുള്ള പ്രത്യേകത, വേറൊരു ഓർഗനൈസേഷൻ ഇല്ലാതെ പ്രത്യേകത, നിങ്ങൾ 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ചാൽ പോലും ഞാൻ നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ് നിങ്ങളെ സഹായിക്കാൻ എന്ന് വെച്ച് സ്ഥിരമായിട്ട് 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ച് സഹായിക്കാനാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ്. ഒരു സോപ്പും ഒരു പേസ്റ്റും വാങ്ങിച്ച് ഒരു ഷാമ്പൂ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെസ്റ്റീജിലെ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാവും. നിങ്ങൾ നാളെ വീണ്ടും അടുത്ത സാധനം വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ കുറേ ആൾക്കാർ ഒരു സോപ്പ് ഒരു പേസ്റ്റും വാങ്ങിച്ചിട്ട് 6 മാസമായി, ആ പേസ്റ്റും സോപ്പ് തീരുന്നുമില്ല. ഉപയോഗിക്കാനായിട്ടാണോ അല്ലെ ഷോക്കേസിൽ വെച്ചുകൊണ്ട് നല്ല തീരാത്ത എനിക്കറിയില്ല. കാരണം ഒരു സോപ്പ് വാങ്ങിച്ചാൽ എനിക്ക് തോന്നുന്നില്ല 2 ആഴ്ചയിലപ്പുറം പോകുന്നുള്ളത്. എന്തായാലും ഒരു ഫാമിലി 4 പേരുള്ള കുടുംബത്തിൽ ഒരു 3-4 സോപ്പ് എന്തായാലും വേണ്ടി വരും, അല്ലെങ്കിൽ 3 സോപ്പൊന്നും വേണ്ടി വരും. ഒരു സോപ്പ് ഒരു പേസ്റ്റ് വാങ്ങിച്ചാൽ 6 മാസം കഴിഞ്ഞ് തീരാത്ത ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. അത് വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് സോപ്പ് തീരാതെ എനിക്കറിയില്ല, പക്ഷെ എന്നാലും അത് തീരേണ്ട സമയമായി. ഒരു സോപ്പും ഒരു പേസ്റ്റും അത്യാവശ്യം കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ച് വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കമ്മിറ്റ്മെൻറ്റ് ഭാഗമായി മാറാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾ പുറത്ത് പോയി വാങ്ങിക്കാതെ വെസ്റ്റീജിൻ്റെ 100% ഒരു കസ്റ്റമറായി മാറാൻ ശ്രമിക്കുക. ഇതിലുള്ള 450 പേരും പ്രൊഡക്റ്റ് ഉപയോഗിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് വെസ്റ്റീജിലോട്ട് മാറ്റാൻ തയ്യാറാവുക. 100% നിങ്ങളൊരു കസ്റ്റമറായി മാറാൻ ശ്രമിക്കുക. അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഒരു 100 BB കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കോർ വ്യക്തിയായി മാറാം. 160 BB ചെയ്യാൻ ശ്രമിക്കുക. 160, 200 എത്ര വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല. ഇതൊരു കമ്പൽസറി അല്ല കേട്ടോ. പക്ഷെ നമ്മളൊരു സീരിയസ് ഡിസ്ട്രിബ്യൂട്ടറായി മാറുമ്പോൾ ഒരു 30 ദിവസം നമ്മളെ വർക്കിംഗ് ഡേ ആണ് അല്ലേ. ഞായറാഴ്ച ലീവൊന്നും ഇല്ല, ഇതിനകത്ത് ബിസിനസ് ലീവില്ലല്ലോ. 30 ദിവസം നമുക്ക് വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. നമ്മളൊരു ഫാമിലിയോടൊപ്പം നിൽക്കുന്ന ആളാണ്. ഒരു 2,500 3,000 പ്രൊഡക്റ്റൊക്കെ നമുക്കൊരു ഫാമിലിക്ക് ആവശ്യമുണ്ടാവും. നമ്മളൊരു 3, 4, 5 കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാൻ നമുക്ക് അതിലും കൂടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കും. സാറല്ലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പ്രൊഡക്റ്റ് ബിസിനസ് സെല്ലിംഗ് അല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, നിങ്ങൾക്ക് അതിൽ കിട്ടിയ റിസൾട്ട്, ആ സന്തോഷം സത്യസന്ധമായിട്ടൊന്ന് ഷെയർ ചെയ്തൂടെ? നമ്മൾ എന്തെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവരിതിൻ്റെ റെഗുലർ കസ്റ്റമറായി മാറും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്, ഇവിടെ ദുബായിലുള്ള ഫ്രണ്ട്സിന് സെൻസുഡിൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഫാമിലിയോട് ഞാൻ ഈ നമ്മളെ പേസ്റ്റ് കൊടുത്തപ്പോൾ, അഷോറിൻ്റെ പേസ്റ്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞാൻ വർഷങ്ങളായിട്ട് സെൻസുഡിൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഡോക്ടർ ഓഫർ ചെയ്ത പേസ്റ്റാണ്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പല്ലുവേനുണ്ടോ? പല്ലുവേന ഇപ്പോഴും ഉണ്ട്. പിന്നെന്താ കാര്യം? ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഈ ഒരു പേസ്റ്റ് ഉപയോഗിക്കും. സെൻസുഡിൻ വാങ്ങിക്കുന്ന പൈസയ്ക്ക് 4 പേസ്റ്റ് ഞാൻ തരാം. 4 പേസ്റ്റ് തരാം സെൻസുഡിൻ വാങ്ങിക്കുന്ന പൈസയ്ക്ക്. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ.
ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കളഞ്ഞേക്ക് പൈസ ഞാൻ തിരിച്ചിടണം. ആ ഫാമിലിയും അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഫാമിലിയും ഇന്ന് ഈ കമ്പനിയുടെ പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. സെൻസുറിൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞ് ആ ഫാമിലിയും അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഫാമിലിയും നമ്മുടെ കമ്പനിയുടെ പേസ്റ്റും സോപ്പും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ആ കസ്റ്റമർ വഴി കുറേ കസ്റ്റമർ ഉണ്ടായതാണ്. നിങ്ങൾ ഈ ബിസിനസ് ചെയ്യേണ്ട ഏറ്റവും കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 100% നിങ്ങളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിയായി മാറാൻ ശ്രമിക്കുക. അടുത്തത് ഒരു 4-5 ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് അറിയാതെ എല്ലാ മാസവും കൺസിസ്റ്റൻസി ചെയ്യാൻ സാധിക്കും. 100 PVയുടെയോ 200 PVയുടെയോ 300 PVയുടെയോ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി, 5ാമത്തെ മാസം 300 PV ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 7500 രൂപ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്, ഏകദേശം 10000 രൂപ കൊടുത്തുള്ള പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുകയാണ്. 10000 രൂപ അവിടെ പ്രൊഡക്റ്റിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 4-5 ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്താൽ. എൻ്റെ അമ്മക്ക് ബിസിനസ് വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും ക്വാളിറ്റിയെ കുറിച്ചും അറിയില്ല. പക്ഷേ എൻ്റെ അമ്മക്ക് ഒരുപാട് കസ്റ്റമറുണ്ട്. 1-2 പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുത്ത സമയത്ത് അവരത് സ്ഥിരം കസ്റ്റമറായി മാറി. ഇപ്പോഴും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പറഞ്ഞിട്ടല്ല കൊടുക്കാറ്. ആ 1-2 പ്രൊഡക്റ്റ് കൊടുത്ത കസ്റ്റമർ ഇപ്പോൾ സ്ഥിരമായിട്ട് വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. പേസ്റ്റ് വേണം, ഷാമ്പു വേണം, ബ്യൂട്ടി പ്രൊഡക്റ്റ് വേണം, അത് വേണമെന്ന് പറയും. ക്രീം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മക്കറിയില്ല ഏതാ ക്രീം എന്നറിയില്ല. അന്ന് കൊടുത്ത ക്രീം തരാൻ വേണ്ടി പറയും. പിന്നെ ആ വീട്ടിൽ പോയി ചോദിക്കണം ഏത് ക്രീമാണെന്ന് തന്നെ. അത് അത്രത്തോളം ഒന്നും അറിയാത്ത വ്യക്തി പോലും ഈ ബിസിനസ്സിലുള്ള പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിന് നട്ടൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. നമ്മളിതിനെ നിങ്ങൾ ലക്ഷങ്ങൾ വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലർ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും ഒരു 3-4 അല്ലെങ്കിൽ 5 ലോയൽ കസ്റ്റമറെ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കമ്മിറ്റ്മെൻറ്റ്. ഒരു 5 ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരു ശതമാനമെങ്കിലും ഗ്രോത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു PVയുടെ പ്രൊഡക്റ്റെങ്കിലും, ഒരു സോപ്പെങ്കിലും ഒരു കസ്റ്റമറെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും മാസം ശ്രമിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ മാസം നിങ്ങൾ 100 PV ചെയ്ത വ്യക്തിയാണെങ്കിൽ ഒരു 101 PV എങ്കിലും അടുത്ത മാസം നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ 100% കമ്മിറ്റഡ് ആയ ഒരു ലീഡറാണ്. ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇത്രയും പറയാനുള്ള കാരണം, ഇന്ന് പല ആൾക്കാരും ഞാൻ ബിസിനസ് കാണുന്നത് ജോയിൻ ചെയ്ത് ചിലപ്പോൾ ആദ്യത്തെ മാസം 100 PV ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രീ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് 4 മാസം മെയിൻറ്റെയിൻ ചെയ്യും. 5ാമത്തെ മാസം കിട്ടുന്ന ഫ്രീ പ്രൊഡക്റ്റിന് വേണ്ടി 4 മാസം 100 PV മെയിൻറ്റെയിൻ ചെയ്യും. 5ാമത്തെ മാസം ഒന്നും ചെയ്യില്ല, ആ ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അതോടുകൂടി ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു പോകും. അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഫ്രീ പ്രൊഡക്റ്റിന് കൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ അത്രത്തും കമ്മിറ്റഡ് ആയ വ്യക്തിയാണെങ്കിൽ 100 PV ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാതെ നോൺ സ്റ്റോപ്പായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അത് നിങ്ങൾ പറ്റുവാണെങ്കിൽ കുക്കിംഗ് ഓയിലും സോപ്പിലേക്കും മാറ്റുക. കാരണം കുക്കിംഗ് ഓയിലിനും സോപ്പിനും PV കുറവാണ്, 10% മാത്രമേ ഇതിൻ്റെ വരും. അപ്പം നിങ്ങൾ ആ കുക്കിംഗ് ഓയിലും സോപ്പും ഐറ്റംസൊക്കെ ആ ഫ്രീ പ്രൊഡക്റ്റിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഒരു 4 ബോട്ടിൽ കുക്കിംഗ് ഓയിൽ വീട്ടിൽ വാങ്ങിച്ച് വെച്ചാൽ മതി. 2 മാസത്തേക്ക് നോക്കേണ്ട വരുന്നു. 8 ലിറ്റർ കുക്കിംഗ് ഓയിലേ, തവിടെണ്ണ, ഒരു അസുഖം വരാതിരിക്കുന്ന കുക്കിംഗ് ഓയിലാണ്. അപ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് വിറ്റ് കാശാക്കാൻ നോക്കേണ്ട, വീട്ടിലേക്ക് ഉപയോഗിച്ചാൽ മതി. അത് ഏറ്റവും ബെസ്റ്റ്. 5ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യം, നമ്മൾ 5 വിരലില്ലേ, 5 ഫിംഗർ ഫോമിൽ, അത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഈ വിരലാണ്, തമ്പ് വിരൽ അല്ലേ. അപ്ലൈൻ, നിങ്ങളുടെ അപ്ലൈൻ അദ്ദേഹമാണ് നിങ്ങളെ മെയിൻ. ഈ ഒരു വിരൽ പിടിച്ചാൽ നമുക്ക് അപ്പോൾ സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ അപ്ലൈൻ നിങ്ങളെ ഒരിക്കലും വിടില്ല. ആ വ്യക്തി നിങ്ങളെപ്പോഴും നിരന്തരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ, റെഗുലർ അദ്ദേഹം സംസാരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് 100% വിജയിക്കാൻ സാധിക്കും. റെഗുലർ കമ്മ്യൂണിക്കേഷൻ, ഒരു ദിവസം പോലും മാറാതെ, എത്ര ബിസി ആയി കഴിഞ്ഞാലും രാവിലെ ഒന്ന് അദ്ദേഹം സംസാരിക്കുക, വൈകുന്നേരം ഉറങ്ങുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം സംസാരിക്കുക. സാറ് ചോറ് കഴിച്ചോ, സാറ് ഇന്ന് ഭക്ഷണം കഴിച്ചില്ലേ, അല്ലെ കല്യാണത്തിന് പോയിട്ട് ഈ കാര്യമല്ല സംസാരിക്കാൻ പറഞ്ഞ്, സാറ് ഞാൻ ഇന്ന് ഒരാൾക്ക് പ്ലാൻ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരാളുടെ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇന്ന് ഞാൻ ഉത്തരം കൊടുക്കേണ്ടവർക്ക്. ആ രീതിയിലുള്ള ചോദ്യങ്ങളാവണം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ചോ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ സംസാരിക്കണം. അതും പെട്ടെന്ന് സംസാരിച്ച് തീർക്കും വേണം. കാരണം അപ്ലൈന് ഒരുപാട് ആൾക്കാരുണ്ട്, ഒത്തിരി ഡൗൺലൈൻസ് ഉണ്ട്, ഒത്തിരി ആൾക്കാർക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസിനെ കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ എന്താണോ അപ്ലൈന് പഠിക്കുന്നത്, നിങ്ങൾക്കും ഡൗൺലൈൻസ് ഉണ്ടാവും, അവരായിട്ട് റെഗുലർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. എല്ലാ ഡൗൺലൈൻസും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അപ്ലൈനെ അദ്ദേഹം നിങ്ങളെ ഇങ്ങോട്ടാണ് വിളിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ അനുഗ്രഹമായിട്ട് കാണണം. കാരണം നിങ്ങളെ സഹായിക്കാനും വിജയിപ്പിച്ച് തരാനും അദ്ദേഹം തയ്യാറാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ റെഗുലറായിട്ട് അപ്ലൈനെ അങ്ങോട്ട് വിളിക്കാൻ സാധിക്കുവാണെങ്കിൽ
എന്തുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്? നിങ്ങൾ റെഗുലറായി അപ്ലൈനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയ വ്യക്തിയാണ്. അപ്ലൈൻ മനസ്സിലാവും, അപ്ലൈൻ അറിയാം, ഈ ബിസിനസ് സിസ്റ്റം എന്താണെന്ന് അറിയാം. നിങ്ങൾ സീരിയസ് ആയ വ്യക്തിയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളോടൊപ്പം ആയിരിക്കും. ആരെ കൂടിയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അപ്ലൈൻ അറിയാം. ആരാണോ റെഗുലറായിട്ട് അപ്ലൈനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, ആരാണോ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തി, ആരാണോ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ കൂടെ അപ്ലൈനേഴ്സ് എന്നും സപ്പോർട്ട് ചെയ്യാനും വിജയിപ്പിച്ച് തരാനുണ്ടോ. ഈ 5 ഫിംഗർ ഫോർമുല കഴിഞ്ഞു. ഞാൻ ഇതെല്ലാം ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസ് ആൻഡ് ഷെയർ ദ പ്രൊഡക്റ്റ് ആൻഡ് റീഡ് PMA ബുക്സ്. പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡുള്ള ബുക്കുകൾ വായിക്കാനും വീഡിയോസ് കാണാനും. നമ്മളെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് വെസ്റ്റീജിൻ്റെ വീഡിയോസ് കാണാം. എന്നാലും നമ്മൾ ആൾക്കാർ യൂട്യൂബ് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വെസ്റ്റീജ് കമ്പനിയെ കുറിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആദ്യം കാണും. യൂട്യൂബ് പോയി വെസ്റ്റീജ് പ്രൊഡക്റ്റിനെ കുറിച്ച് കാണാൻ പറഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു തലക്ക് ഭ്രാന്ത് പിടിച്ച് ചങ്ങായി ഒരു നെഗറ്റീവ് ഇട്ടുണ്ട്, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അതാണ് അവർ കാണുള്ളൂ. ബാക്കി 99 നല്ല വീഡിയോ അവർ കാണും. പോസിറ്റീവായിട്ടില്ല. വെസ്റ്റീജിനെ കുറിച്ച് ആരെങ്കിലും നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെസ്റ്റീജിൻ്റെ CEP ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 799 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് കിട്ടും 2 രൂപ വരും ഒരു ദിവസത്തേക്ക്. ഇന്ന് നമ്മുടെ നാട്ടിൽ ചായക്ക് 10 രൂപ മേലെ ഉണ്ടല്ലേ. ഒരു ചായ കുടിക്കാൻ 10 രൂപ മേലെ കൊടുക്കണം. 2 രൂപയെ ചിലവാവുള്ളൂ. ആ CEP സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഹിന്ദി ഉണ്ടാവും, മലയാളം ഉണ്ടാവും, തെലുങ്ക് ഉണ്ടാവും, പല ലാംഗ്വേജ് ഉണ്ടാവും. ഹിന്ദി ആണെങ്കിലും കേട്ടാൽ മനസ്സിലാവും, ബിസിനസ് മനസ്സിലാവും. മലയാളം ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്യുക. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെയിലി ഒരു വീഡിയോ കാണാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യാൻ സാധിക്കുന്നത്. നല്ലൊരു സപ്പോർട്ട് അവിടെ കിട്ടുന്നുണ്ടോ. നേരത്തെ പറഞ്ഞ് അറ്റൻഡ് ഓൾ ഫംഗ്ഷൻ, ഞാൻ ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നേരത്തെ സംസാരിച്ചത്. എല്ലാ ഫംഗ്ഷനും റെഗുലർ ആയിട്ടുള്ള, ഒന്ന് നമ്മുടെ സൂം മീറ്റിംഗിലായിക്കോട്ടെ, വിന്നിങ് ടീമിൻ്റെ ഫംഗ്ഷൻ ആയിക്കോട്ടെ, സൂം മീറ്റിംഗ് ആയിക്കോട്ടെ, നമ്മുടെ സൂം മീറ്റിംഗ് ആയിക്കോട്ടെ, അതുപോലെ ഫിസിക്കലായിട്ടുള്ള പ്രോഗ്രാം ആയിക്കോട്ടെ, ഈ എല്ലാ ഫംഗ്ഷനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എത്ര ബിസി ആയി കഴിഞ്ഞാലും, എന്ത് പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാലും അത് നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയി കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ നമുക്കവിടെ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്ലൈൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ടിവിറ്റി. എന്താണ് അപ്ലൈൻ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻഡ് കണക്ടിവിറ്റി പറഞ്ഞാൽ നമ്മൾ ഈ എൻ്റെ കൈ ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്ലൈനിൽ കൈ പിടിക്കുക, അതേപോലെ അപ്ലൈൻ നിങ്ങളെ കൈ പിടിച്ചിട്ടുണ്ടാവും. അപ്ലൈൻ നിങ്ങൾ കൈ വിട്ടാൽ പോലും നിങ്ങൾ ആ കൈ വിടരുത്. എൻ്റെ കൈ നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെ പിടിക്കണം അപ്ലൈൻ. അദ്ദേഹം കൈ വിട്ടാൽ പോലും നിങ്ങൾ ആ കൈ വിടരുത്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ടീം ഉണ്ടാവും. ആരാണോ സീരിയസ് ആയി ബിസിനസ് ചെയ്യുന്നത്, ആരാണോ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ കൂടെ അപ്ലൈൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൈ വിടാതെ റെഗുലർ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുവാണെങ്കിൽ, റെഗുലർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെഗുലർ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ, ഇതിൽ പല ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ്. സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. എന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഒരുപാട് ഡിസ്റ്റർബൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വളരെ ഹാപ്പിയാണ് അങ്ങനെയുള്ള ആൾക്കാർ. കാരണം അവിടെ അത്രയും സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ, കാര്യങ്ങൾ വരുന്നുണ്ടാവും. ഇന്ന് പല ആൾക്കാരും റെഗുലർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കൊറിയർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. നിങ്ങളുടെ ഡൗൺലൈൻസിൻ്റെ ഗ്രോത്തിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ ചെയ്യുക റെഗുലറായിട്ട്. നിങ്ങളുടെ ഒരു ഡൗൺലൈൻസ് ഇച്ചിരി ഡൗണായി കിടക്കുകയാണ്, അദ്ദേഹത്തിന് ബിസിനസ് ഗ്രോത്ത് ഇല്ല, ആ സമയത്ത് അദ്ദേഹത്തിന് ഇരുത്താൻ, അപ്ലയൻസിൻ്റെ കൂടെ നിങ്ങളുടെ മെൻറ്ററെ കൂടെ ഒന്ന് ഇരുത്താൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇന്ന് പല പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. വളരെ സീരിയസ് ആയി ബിസിനസ്സിലേക്ക് വരും. സീരിയസ് ആയി 100 PV വാങ്ങിക്കുന്നുണ്ടാവും. 2ാമത്തെ മാസം വാങ്ങിക്കുന്നു, 3ാമത്തെ മാസം വാങ്ങിക്കുന്നു, 4ാമത്തെ മാസം വാങ്ങിക്കുന്നു. അദ്ദേഹത്തിന് ഒരു വ്യക്തിയെ പോലും ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിച്ച് അദ്ദേഹം ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ? 100% ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു വ്യക്തി 100 PV ചെയ്യുന്നു, 2ാമത്തെ മാസം ചെയ്യുന്നു, 3ാമത്തെ മാസം ചെയ്യുന്നു, 4ാമത്തെ മാസം ചെയ്യുന്നു. ആ വ്യക്തിയുടെ മൈൻഡിൽ ഈ ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിക്കുക, സലാം എന്ന് പറഞ്ഞ് പോകാന്നുള്ള ചിന്താഗതി ഉണ്ടോ? നിങ്ങൾ അദ്ദേഹത്തിന് ഒരു കൺസിസ്റ്റൻസി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, അദ്ദേഹം മീറ്റിംഗ് പങ്കെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് റെഗുലറായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, 4ാമത്തെ കൺസിസ്റ്റൻസി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നിങ്ങളോടൊപ്പം ബിസിനസ്സിലുണ്ടോ? ഒന്ന് ആലോചിച്ച് നിങ്ങളെല്ലാവരും സ്വന്തമായി ചിന്തിച്ച് നോക്കിയേ. ഇങ്ങനെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? വേണമെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യാം. 100 PV ചെയ്ത് 4 മാസം കണ്ടിന്യൂ ചെയ്ത് 5ാമത്തെ മാസവും
പല ആൾക്കാർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവാം. ഒരു വ്യക്തിയെ പോലും ബിസിനസ് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് കിട്ടിയതുകൊണ്ട് വിട്ടുപോയിട്ടുണ്ടാവാം. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ അവസാനത്തെ കൺസിസ്റ്റൻസി ചെയ്യാതെ വിട്ടുപോകുന്ന ആൾക്കാർ അത് പോലും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് അപ്ലൈ ഉണ്ടാവും. നിങ്ങളുടെ ഡൗൺ ലൈൻസിൻ്റെ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യണം. അവർ ഏത് ലെവലാണ് നിൽക്കണേ, അവർക്ക് കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു പോയോ. ഞാനിപ്പോഴും പല ആൾക്കാർ വിളിച്ച് പറഞ്ഞാൽ പോലും അത് മൈൻഡ് ചെയ്ത ആൾക്കാരാണ്. അവസാനത്തെ കൺസിസ്റ്റൻസി അത് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ പോലും അത് മൈൻഡ് ചെയ്ത ആൾക്കാരാണ്. കൺവീനിയൻസ് വിഎസ് കമ്മിറ്റ്മെൻറ്റ്, ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് അറിയാം. നമ്മളിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണ്, ഇന്ന് നമുക്കൊരു അടിപൊളി സെഷൻ ഉണ്ട്, നമ്മുടെ ഫാമിലി മീറ്റാണ് ചൊവ്വാഴ്ച, ഇന്ന് പറ്റില്ല കേട്ടോ, ഇന്ന് അമ്പലത്തിൽ ഉത്സവമല്ലേ, ഇന്ന് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എക്സാമാണ്. എന്നോട് ആരെങ്കിലും കുട്ടികൾക്ക് എക്സാം ഉണ്ട് പറഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കും കുട്ടികൾ എത്ര പഠിക്കുന്നത്, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാരും 10ാം ക്ലാസ് പറയും, ചില +2 പറയും, ഡിഗ്രി പറയും, ചില ആൾക്കാരും 3ാം ക്ലാസ്സിലാണ്. 1ാം ക്ലാസ്സിലുള്ള കുഞ്ഞിൻ്റെ എക്സാമായിട്ട് 3 മാസം മാറിയുന്ന അമ്മമാരെ എൻ്റെ ടീമിലുണ്ട്. 1ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് 3 മാസം അമ്മമാർ മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കൺവീനിയൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് വേറെ പണിയൊന്നും ഇല്ലാത്തതല്ലേ, അയാൾ കുറേ ദിവസമായി ലിങ്ക് അയച്ചത് മീറ്റിംഗ് കയറി പണി, ഇന്ന് കയറി മുഖം കാണിച്ചേക്കാം. ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞില്ല കേട്ടോ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കുറേ കാലമായി മീറ്റിംഗ് കയറാൻ പറയുന്നു, അതുകൊണ്ട് ഇന്നൊന്ന് കയറിയേക്കാം, ഇന്ന് വേറെ പണിയൊന്നുമില്ല, ഇന്ന് അമ്പലത്തിൽ ഉത്സവമില്ല, ടി-വിയിൽ പ്രോഗ്രാമൊന്നുമില്ല, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല, ഇന്നൊന്ന് അറ്റൻഡ് ചെയ്തേക്കാം എന്ന രീതിയിൽ വരുന്ന ആൾക്കാരുണ്ടാവും. അതിൽ ഒരിക്കലും നിങ്ങൾക്ക് ബിസിനസ് വിജയിക്കാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കമ്മിറ്റ്മെൻറ്റോടുകൂടി ഇന്ന് 9 മണിക്ക്, എല്ലാ ദിവസവും 9 മണിക്ക് നിങ്ങളുടെ ടൈം ടേബിൾ 9 മണി എന്ന സമയം നിങ്ങളുടെ ബിസിനസ് പഠിക്കാനുള്ള സമയമായിരിക്കും. അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ഇത് ഇയാൾ ദിവസവും പറഞ്ഞ കാര്യം തന്നെയാണല്ലോ, അപ്പോൾ അവിടെ കിടക്കട്ടെ, വീഡിയോ ഓണാക്കേണ്ട, ഓഫാക്കി വെക്കാം, പേര് അവിടെ എന്തെങ്കിലും കാണും, സാർ എന്തെങ്കിലും അറിയാം, പേരുണ്ടല്ലോ, നമുക്കിവിടെ അടുത്ത പരിപാടി നടക്കാം എന്ന രീതിയിൽ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോട് ചെയ്യുന്ന നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു ചതിയാണ്. അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങൾ ആ ഡാറ്റ കളയുന്ന വ്യക്തിയാണെങ്കിൽ വീഡിയോ ഓണാക്കിക്കൊണ്ട് ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നിന്ന് ഇരിക്കുകയാണെങ്കിൽ, വെൽ ഡ്രസ്സോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് കണ്ടറിയാൻ സാധിക്കും എത്ര സീരിയസ് ആയിരിക്കും. ഇപ്പം സജിന ബിസിനസ് ജോയിൻ ചെയ്ത് കുറച്ച് ദിവസമായുള്ളൂ. എനിക്കൊന്ന് കുറച്ച് ദിവസമായാലും ബിസിനസ് ജോയിൻ ചെയ്യും. ഇന്ന് ആദ്യമായിട്ടാണ് സജിന ഇത്രയും അറ്റൻഷനോട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, അത് എഴുതി വെക്കുന്നു. ഞാനും ഹാപ്പിയാണ്. എത്രത്തോളം കമ്മിറ്റഡ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഒറ്റ ഇതിൽ സജിന എല്ലാ ദിവസവും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടോ? കവിത മാഡം കുറേ കാലത്തിന് ശേഷം വീഡിയോ ഓണാക്കി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, ശരിയല്ലേ? ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം നിങ്ങളുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും നിങ്ങൾ ബിസിനസ്സിൽ എത്രത്തോളം ഹാപ്പിയാണ്, എത്രത്തോളം നിങ്ങൾ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. പല ആൾക്കാരും വീഡിയോ ഓഫാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം, വീഡിയോ ഓണാക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, ചെറിയ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ പറ്റില്ല, അവർ നോക്കേണ്ടതുകൊണ്ടും, അതൊന്നും വിഷമമില്ല. പക്ഷേ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ പറ്റുവാണെങ്കിൽ വീഡിയോ ഓണാക്കിക്കൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അപ്ലൈന് സാധിക്കും. നിങ്ങളുടെ അപ്ലൈനൊരു സന്തോഷമുണ്ടോ, ഞാൻ കൊണ്ടുവന്ന വ്യക്തി വീഡിയോ ആണ്. എനിക്കിന്ന് ഭയങ്കര സന്തോഷം. സജിനെയും അതുപോലെ കവിതയും കുറേ ആൾക്കാർ ഞാൻ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ 4 പേര് മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞു കേട്ടോ. മറിയം മാഡം, ജോസഫ് ഭായ് എല്ലാം ഇന്ന് വീഡിയോ ഓണാക്കിയിരിക്കുന്നുണ്ട്. ഞാൻ നാലാളെ മാത്രം കണ്ടുകൊണ്ട് ആ പേര് പറഞ്ഞ് മറിച്ചു നോക്കട്ടെ. കാലിദ് ഖത്തറുണ്ട്, സുരേന്ദ്രൻ ചേട്ടനുണ്ട്, അൻസാറുണ്ട്, ബിനു എല്ലാവരും വീഡിയോ ഓണാക്കിയിരിക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, വീഡിയോ ഓണാക്കിയിരിക്കുന്ന പേര് പറയാം. എൻ്റെ സ്ലൈഡ് ഓപ്പൺ ആക്കിയെങ്കിൽ 4 പേര് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ പറ്റുവാണെങ്കിൽ വീഡിയോ ഓണാക്കി വളരെ സീരിയസ് ആയിട്ട് ഇത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളെ വിജയിപ്പിച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ ലാസ്റ്റ് ഇത് പറയാം. കമ്മിറ്റ്മെൻറ്റിൻ്റെ ഈസ് ഈക്വൽ ടു അച്ചീവ്മെൻറ്റ്സ് ആണ്. നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ഈ സ്ലൈഡ് ഓഫാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇതും കൂടെ പറഞ്ഞ് സ്ലൈഡ് ഓഫാക്കാം. പിന്നെ എനിക്ക് കുറച്ച് നിങ്ങളുടെ മുഖം നോക്കി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ അതിനുവേണ്ടി നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ റെഡിയാണെങ്കിൽ, എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ, എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഞാൻ കംപ്ലീറ്റ് ആക്ഷൻ ചെയ്യാൻ പറയില്ല നിങ്ങളോട്, എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ തൽക്കാലം ഈ സ്ലൈഡ് ഓഫ് ചെയ്യാൻ, എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് സ്ലൈഡും ഓഫാക്കാണ്. കാരണം എനിക്ക് കുറച്ചും കൂടെ ആൾക്കാരുടെ മുഖം കണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പറ്റുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് വീഡിയോ ഓണാക്കിയിരിക്കും. ഞാൻ ഓരോ
നോക്കുന്ന ആൾക്കാരെ ഓക്കെ. കുറേ ആൾക്കാർ വീഡിയോ ഓണാക്കി, എന്നാലും പോരാ, നോ പ്രോബ്ലം. ഇത്തിരി ആൾക്കാർ മതി. ഞാൻ ഹാപ്പിയാണ്. ബീഹാറിൽ നിന്ന് കൃഷ്ണമണി ചേച്ചി അടക്കം വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് ഖാലിദ് ഭായി ഉണ്ട്, സൗദിയിൽ നിന്ന് ഷൗക്കത്ത് അലി ഉണ്ട്, ദുബായിൽ നിന്ന് സുമേഷ് സാറുണ്ട്. എല്ലാ സ്ഥലത്തും ആൾക്കാർ വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. പുതിയ ആൾക്കാർ, ജുബാരിയൊക്കെ പുതിയ ആൾക്കാരാണ്, റിയ, എല്ലാവരും വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ്. ഇന്ന് ഏകദേശം 98-99 ആൾക്കാരുണ്ടായിരുന്നു, 100 ഉണ്ടായിരുന്നു, ഞാൻ നോക്കിയിട്ടില്ല. അതിലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇന്ന് ഈ ഒരു സെഷൻ വെക്കാനുള്ള കാരണം എന്താണെന്നറിയാം? പല ലീഡേഴ്സും പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാൻ പരമാവധി ശ്രമിച്ച് നോക്കിയിട്ടുണ്ട് അവരൊന്നും ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി. എന്താ ഞാൻ ചെയ്യേണ്ടത് സാർ? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഞാൻ സംസാരിക്കുന്നതിന് കുറവുകൊണ്ടാണ് അവരിതിന് മനസ്സിലാക്കാത്തത്. എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്, ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല, അവരെന്തുകൊണ്ട് വരാത്ത സാറേ എന്ന് ചോദിച്ചു പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു, ഇന്ന് നമുക്ക് ഈ സെഷൻ വെക്കാം. എന്തുകൊണ്ടാണ് ഈ സെഷൻ വെക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങൾക്കും റെഡിയായി വർക്ക് ചെയ്യുന്ന ആളാണ്. പൈസ ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണോ നിങ്ങൾ ബിസിനസ് ചെയ്യാതെ? സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ടാണോ നിങ്ങൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാതെ, പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാനായിട്ടാണോ? വെസ്റ്റീജ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 1000 രൂപക്കുള്ള സാധനം വാങ്ങിക്കുന്ന വ്യക്തിക്ക് പോലും വെസ്റ്റീജിലുള്ള വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. കഴിഞ്ഞ മാസം എനിക്കൊരു സങ്കടം വന്നു വെച്ചാൽ, നല്ലൊരു വരുമാനം താഴെ വന്നിട്ട് പോലും അതവർക്ക് എടുക്കാൻ പറ്റിയില്ല, സെൽഫ് PV ചെയ്യാതുകൊണ്ട്. 30 PV ചെയ്താൽ പോലും വരുമാനം കിട്ടും കമ്പനി. 1000 രൂപയുടെ സാധനം. ഒരു പാത്രം കഴുകുന്ന ലിക്വിഡും, ഒരു തുണി കഴുകുന്ന പൗഡറും, കുളിക്കേണ്ട 2 സോപ്പും, ഒരു പേസ്റ്റും, ഒരു പാക്കറ്റ് ചായപ്പൊടിയും വാങ്ങിച്ചാൽ തന്നെ ഏകദേശം 1000 രൂപക്ക് അടുത്ത് 30 PV ആയി. ഇത് ഉപയോഗിക്കാതെ ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ബംഗാളിൽ പുറത്ത് താമസിക്കുന്ന ആൾക്കാർ, അവർ പോലും ഈ സാധനം വാങ്ങിക്കാറുണ്ട്. 1000 രൂപയുടെ സാധനം വാങ്ങിക്കാതെ ആരെങ്കിലും ഒരു വീടുണ്ടോ? ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടായി കഴിഞ്ഞാലും പല്ലേക്കാതെ കുളിക്കാതിരിക്കില്ലല്ലോ. പാത്രം കഴുകാതെ എന്തെങ്കിലും ചവറ് കഴിക്കാൻ പറ്റില്ലല്ലേ? ഇന്നലെ കഴിച്ച പാത്രം ഇന്ന് കഴിക്കുമെങ്കിൽ ആരെങ്കിലും അല്ലേ? ചിലപ്പോൾ നമ്മൾ ചാരം ഉപയോഗിച്ച് പാത്രം കഴുകുമായിരിക്കും, അത് കുഴപ്പമില്ല, നല്ലതാണ്. ഉമിക്കൽ ഉപയോഗിച്ച് പല്ല് തേക്കുന്ന ആൾക്കാരുണ്ടോ? അതും കുഴപ്പമില്ല, അത് നല്ല സാധനമാണ്. തുണി കഴുകാൻ എന്താ ചെയ്യുക? കുളിക്കാൻ എന്താ ചെയ്യുക? ഈ കുറച്ച് സാധനം വാങ്ങിച്ച 1000 രൂപയുടെ സാധനം വാങ്ങിക്കും. എത്ര ബുദ്ധിമുട്ടുള്ള ഫാമിലിക്ക് പോലും 1000 രൂപയുടെ സാധനം വാങ്ങിക്കാൻ സാധിക്കും. ഇത് സാറ് പറഞ്ഞ് വളരെ സന്തോഷമായി. 100 PV വാങ്ങിക്കണ്ട, 30 PV വാങ്ങിച്ചേക്കാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അടുത്ത തന്നെ നെഗറ്റീവ് പോകുന്ന ആൾക്കാരാണ്. ഞാൻ ഈ പറഞ്ഞത് 100 PV വാങ്ങിക്കുന്ന ആൾക്കാർ 30ലേക്ക് വരാൻ വേണ്ടിയല്ല, ഒന്നും വാങ്ങിക്കാതിരിക്കുന്ന ആൾക്കാർ. താഴെ ബിസിനസ് ടീം ഉണ്ടായിട്ടും താഴെയുള്ള ആൾക്കാർ 100 PV, 200 PV, 300 PV, 500 PV ചെയ്യുന്ന ആൾക്കാർ താഴെ ഉണ്ടായിട്ടും 30 PV ചെയ്യാൻ മടി കാണിക്കുന്ന ആൾക്കാർ. എങ്ങനെയാണ് ബിസിനസ് വിജയിക്കുക? നിങ്ങൾ ആരെയാണ് കാത്തിരിക്കണേ? താഴെ 1 ലക്ഷം രൂപയുടെ ബിസിനസ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരുമാനം വരുമ്പോൾ 30 PV ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർ ഇതന്നെ തീരുമാനിച്ചാൽ എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണോ അതാണ് പക്ക ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഒരു പൈസ പോലും ഇല്ലാത്ത ആൾക്കാർക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ? നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ബന്ധക്കാർ നിങ്ങൾക്കുണ്ടോ? അവരോട് പറയാം, ഞാൻ ലൈഫിൽ ഫിനാൻഷ്യലി സ്ട്രഗിളാണ്, എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, ഒരു പേസ്റ്റും ഒരു സോപ്പും വാങ്ങിച്ച് എന്നെ ഒന്ന് സഹായിക്കാൻ സാധിക്കുമോ? അത് ചോദിക്കുന്നത് തെറ്റാണോ സുഹൃത്തുക്കൾ? ആണോ? നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ ചങ്ങായിമാരോട് ഒരു സോപ്പും ഒരു പേസ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞ തെറ്റാണോ? അവർ പറഞ്ഞ ഒറ്റ കാര്യം, ഞാൻ ഐശ്വര്യരായി പറഞ്ഞ സോപ്പ് ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ TV പരസ്യം പറഞ്ഞ കോൾഗേറ്റ് ഉപയോഗിക്കുള്ളൂ അവർ പറയുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അവരോട് ഒറ്റ കാര്യം പറഞ്ഞാൽ, ഈ പേസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പൈസ ഞാൻ തിരിച്ചെന്നേക്കാം. ആ ഗ്യാരണ്ടി നിങ്ങൾക്ക് പറയാൻ വേണം. ആ ഗ്യാരണ്ടി എങ്ങനെയാണ് പറയുക? നിങ്ങളത് ഉപയോഗിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് പല ആൾക്കാരും പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് വരുമോ, വേറെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ടോ പല ആൾക്കാർ? എന്തുകൊണ്ടാണെന്നറിയോ? അവർ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിച്ചില്ല, അതുകൊണ്ടാണ്. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ഒരു വ്യക്തിക്കും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. ഇന്ന് ഞാൻ പല ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരാളെ പോലും ബിസിനസ് ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷേ സ്ഥിരമായിട്ട് 100 PV അവർ വാങ്ങിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം കൺസിസ്റ്റ് ചെയ്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ, താഴെ നല്ല ടീമുള്ള നല്ല സീരിയസ് ആയിട്ടുള്ള ലീഡേഴ്സുള്ള ആൾക്കാർ 1000 രൂപയുടെ സാധനം വാങ്ങിക്കാൻ പോലും പിശുക്ക് കാണിക്കുന്ന ആൾക്കാർ. ലക്ഷങ്ങൾ വരുമാനം വേണം സാറേ, രക്ഷപ്പെടണം സാറേ, എനിക്കൊരു വീട് വെക്കണം,
വാടക വീട്ടിലാണ് താമസിക്കണേ, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. പക്ഷേ കോൾഗേറ്റും ക്ലോസപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ കോൾഗേറ്റും ക്ലോസപ്പ് ഉപയോഗിക്കുന്ന കമ്പനി അവർക്കൊരു വരുമാനം കൊടുത്തിട്ടില്ല. എന്നിട്ടും അവരിലാണ് വിശ്വാസം. 5 കോടി വാങ്ങിച്ചിട്ട് ഐശ്വര്യറായി ലക്സിൻ്റെ പരസ്യം പറഞ്ഞിട്ട് ആ ഐശ്വര്യറായി നമ്മുടെ വീട്ടിൻ്റെ അതിലേക്ക് പോയാൽ നമ്മൾ മൈൻഡ് പോലും ചെയ്യില്ല. വർഷങ്ങളായിട്ട് ഞാൻ ലക്സ് ഉപയോഗിക്കുന്ന ഐശ്വര്യറായിട്ട് പറഞ്ഞാൽ പോലും കേൾക്കില്ല. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നോക്കുമ്പോഴെങ്കിൽ അല്ലേ? അവരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുന്ന ആൾക്കാർ. അവരെ കാണണമെങ്കിൽ അടി വാങ്ങിക്കണം, ലാത്തി ചാർജ് വാങ്ങിക്കണം. നമ്മൾക്ക് സെലിബ്രിറ്റി ആവാൻ സാധിക്കുന്ന ബിസിനസ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളെ വെസ്റ്റീജിൻ്റെ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലിബ്രിറ്റി ആവാൻ സാധിക്കും. ആയിഷ മേഡത്തിനെ കണ്ടിട്ടുണ്ടോ? റെഹാനത്ത് മേഡത്തെ കണ്ടിട്ടുണ്ടോ? അവരെവിടെ ഇറങ്ങിയാലും അവരെ ഫ്ലവർ കൊടുത്ത് സ്വീകരിക്കുന്ന കണ്ടിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ അവിടെ കൊണ്ടുപോകാൻ ആൾക്കാർ ഇരിക്കുകയാണ്. തിരുവല്ല വരാൻ പോകണം, അവരെ സ്വീകരിക്കാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അവർ നിങ്ങളെപ്പോലെ വെസ്റ്റീജിൻ്റെ സോപ്പും പേസ്റ്റും ഉപയോഗിച്ച് വന്ന ആൾക്കാരാണ്. ആയിഷ മേഡത്തിന് വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് പറയാൻ അറിയില്ല. ആ സമയത്ത് ജോയിൻ ചെയ്ത സമയത്ത് അവർക്കൊന്നും അറിയില്ല, ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവരാകെ എറണാകുളത്ത് പോയിട്ട് അന്ന് ആയിഷ മേഡം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെസ്റ്റീജിൻ്റെ ഷോപ്പ് പോലും മലപ്പുറം ജില്ലയിലില്ല. എറണാകുളം പോകണം സാധനം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ മംഗലാപുരം പോകണം. അവർ ട്രെയിൻ കയറി എറണാകുളം പോയി സാധനം വാങ്ങിച്ച് അവിടെ നിന്ന് മാനേജർ വിളിക്കും, സാറേ ഞാൻ 5000 രൂപ പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്ന കസ്റ്റമർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനി എന്താ വേണ്ടി വരും. അപ്പോൾ ആ സാറ് പറഞ്ഞു അതെങ്ങനെയെങ്കിലും 10000 ആക്കാൻ ശ്രമിക്കുക ആയിഷ തന്നത്, കുഴപ്പമില്ല ആക്കുന്നത്. അത് മാത്രമേ ആയിഷ മേഡത്തിന് അറിയുള്ളൂ. സിസ്റ്റം ഒന്നും അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അവർ പതുക്കെ ഇന്നിപ്പം 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരു ലേഡിയായി മാറി. ഞാൻ വന്നോട്ട് ഇന്ന് വരെ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 3.5 വർഷമായി വെസ്റ്റീജിൽ വന്നിട്ട് അന്നോട്ട് ഇന്ന് വരെ 5 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത്രക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് എനിക്ക് ഷാഹുൽ സാർ രാവിലെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരാൾ വിളിച്ചിരിക്കുകയാണ്, 10 വർഷം കൊണ്ട് 5 ലക്ഷം രൂപ മാസം വരുമാനം വേണോ, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ ഷാഹുലിന് ഒരൊറ്റ വാക്കിൽ സെൻറ്റൻസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 ദിവസം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് കോടീശ്വരനാകാൻ പറ്റുന്ന ബിസിനസ് കൊണ്ട് പറഞ്ഞു. ഷാഹുൽ സാർ ചെയ്ത ബിസിനസ് ഞാൻ ബാങ്ക് കൊള്ളയടിച്ചാന്ന് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് മതി. 1 മണിക്കൂർ കൊണ്ട് ബാങ്ക് കൊള്ളയടിച്ചാൽ കോടീശ്വരനാകാൻ പറ്റും അല്ലേ? അങ്ങനെയുള്ള മണി ചെയിൻ വരുന്ന ആൾക്കാർ അവർ പറഞ്ഞ ഒറ്റ, നിങ്ങൾ ശ്രദ്ധിച്ചോ, മണി ചെയിൻ എന്ന ബിസിനസ് വരുന്ന ആൾക്കാർ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, നിങ്ങൾക്ക് 10 വർഷം കൊണ്ട് 1 ലക്ഷം രൂപ വരുമാനം വേണോ, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് വേണോ 1 ലക്ഷം രൂപ വരുമാനം വേണം. ഇതാണ് ബാങ്ക് കൊള്ള. നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന പൂട്ടിപ്പോയ പല കമ്പനികളും ഇതുപോലത്തെ ഡയലോഗ് അടിച്ച് നമ്മുടെ വന്നിട്ടുണ്ടാവും. അവരോട് പറയേണ്ടത്, ഞാൻ ഷാഹുൽ സാറിന് ഒറ്റ ടൈപ്പ് ചെയ്തിട്ട് കൂടുതൽ സംസാരിച്ചില്ല. ഇങ്ങനെയുള്ള ഡയലോഗ് നമുക്ക് തിരിച്ചടിക്കാൻ സാധിക്കണം. കക്കാൻ പോയിക്കൂടെ നിങ്ങൾക്ക് ചോദിച്ചോളെ, ഒരു ഡയലോഗ് അവർ തിരിച്ച് പറയില്ല. കക്കാൻ പോയിക്കൂടെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നു. 1 മണി ചെയിൻകാരൻ വന്നാലും ഞാൻ ഇതേ പറയുള്ളൂ, ഇതിനെക്കാട്ടി നല്ല കക്കാൻ പോയാൽ പോലെ എന്ന് പറഞ്ഞാൽ മതി. അവർ ഒരു കാര്യം പറയില്ല. കാരണം അവർക്ക് ആകെ പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് മാത്രം. ഇപ്പം ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്ന സമയത്ത് എനിക്കൊരു അപ്ലൈൻ ഉണ്ടായിരുന്നു. ഇതിൽ പഴയ ആൾക്കാർക്ക് അറിയാം. ഈ ബിസിനസ്സിൽ വന്ന് എന്നെ ഈ ബിസിനസ് പഠിപ്പിച്ച് എല്ലാ ട്രെയിനിങ്സും തന്ന വ്യക്തി ഇന്ന് മണി ചെയിൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ടീമിലുള്ള ഒരാൾക്കാർക്ക് അത് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെഷനിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ് വാക്കും തരാം, ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല കമ്പനിയാണ്, പക്ഷേ അതിൽ വരുമാനം മാസത്തിലാണ് വരിക. പക്ഷേ ഇതിലങ്ങനെയല്ല, ഇത് ദിവസം വരും. അതിലെന്താണെന്നല്ലോ, 57,000 കൊടുത്തു കഴിഞ്ഞാൽ 2 പേരെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഒരാളെ പൈസ നമുക്ക് കിട്ടും, ബാക്കിയുള്ള പൈസ മേലെ പോകും. ഇത് എവിടെ പൊട്ടുമെന്ന് ആരും പറയാൻ പറ്റും. അവസാനം നമ്മുടെ നാട്ടുകാരെ പൈസ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ ആൾക്കാരൊന്ന് ഇറങ്ങുന്നുണ്ടോ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. പല ആൾക്കാർക്കും പൈസ പോയ കേസ് കിട്ടും. ഇവിടെ നമ്മളെ വെസ്റ്റീജിൻ്റെ സോപ്പും പേസ്റ്റും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സന്തോഷമല്ലാതെ ഒരാൾ പോലും നിങ്ങളോട് പരാതി പറയില്ല. ഇതിൽ നിർത്തിപ്പോയ ആൾക്കാർ ഇന്ന് വരെ നമ്മളോട് കുറ്റം പറഞ്ഞിട്ടില്ല. ഒരാളും വെസ്റ്റീജ് ബിസിനസ് നമ്മളോടൊപ്പം വന്ന് നിർത്തിപ്പോയ ആൾക്കാർ ഇന്ന് വരെ നിങ്ങളെ വെസ്റ്റീജ് ജോയിൻ ചെയ്ത് എനിക്ക് പൈസ നഷ്ടമായി പോയെന്നോ, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങിച്ചതിൻ്റെ പേരിൽ എന്നെ ഇന്ന ആൾക്കാർ വഴക്ക് പറഞ്ഞെന്നോ ഒരാളും പറയില്ല. വെസ്റ്റീജിൽ നിന്ന് നിർത്തിയിട്ട് മണി ചെയിൻ പോയ ആൾക്കാർ പറയും വെസ്റ്റീജ് നല്ല കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റാണ്, പണിയെടുത്താലേ പൈസ കിട്ടുള്ളൂ. സത്യസന്ധമായിട്ട് ഞാൻ എന്നും പറഞ്ഞ കാര്യമല്ലേ, ഇതിൽ പണിയെടുത്തവർക്ക് മാത്രമേ പൈസ കിട്ടുള്ളൂ. മറ്റുള്ളവരെ കൊണ്ട് സാധനം നിർബന്ധിച്ച് പർച്ചേസ് ചെയ്യിപ്പിക്കലല്ല ബിസിനസ്. അപ്പം ഞാൻ ഇന്ന് 1 മണിക്കൂറിലധികം ഈ സെഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരൊറ്റ റിക്വസ്റ്റ് മാത്രമേ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളൂ. ഈ ബിസിനസ്സിൽ എനിക്കൊരു വലിയൊരു സ്വപ്നമുണ്ട്. 10 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കാൻ സ്വപ്നമാണ്. ഞാനിത് വെറുതെ കണ്ട് ചെയ്യുന്നതല്ല. ഹൈദരാബാദിലെ സലീം സാർ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്റ്റോറി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെക്കാട്ടും വലിയ സ്റ്റോറി എനിക്കുള്ളതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ സ്റ്റോറി കേട്ട ആൾക്കറിയാം, അദ്ദേഹത്തിനെക്കാളും വലിയൊരു സ്റ്റോറി എനിക്കുള്ളതുകൊണ്ടാണ്. അതുപോലെ എനിക്ക് ഈ ബിസിനസ്സിലുള്ള വലിയൊരു സക്സസ് നേടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്നത്.
ഈ ഇരിക്കുന്ന 83 പേർക്കും കൂടെ നിൽക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്കെല്ലാം നേടാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് വരുമാനം വാങ്ങിച്ചാൽ മാത്രമേ എനിക്ക് ഈ 10 ലക്ഷം എത്താൻ സാധിക്കുള്ളൂ. നിങ്ങളല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ ഞാൻ കണ്ടെത്തുന്നുണ്ടോ? അതുകൊണ്ട് ഒരാൾ പോലും കൂടെ വന്നിട്ടില്ലെങ്കിൽ പോലും, ഒരാൾ പോലും നിങ്ങളോട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വെസ്റ്റീജ് ഉപയോഗിച്ചുകൊണ്ട് 100% കമ്മിറ്റ്മെൻറ്റോടുകൂടി ഒരു മാസം 30 ദിവസം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആരുടെയും വാക്കുകൾ കേട്ട് നിങ്ങളുടെ തീരുമാനം മാറ്റാതിരിക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ തീരുമാനം മാറ്റാതിരിക്കുക. ആ തീരുമാനം ഉറച്ചതായിരിക്കണം. ഇന്ന് പല ആൾക്കാരുടെ പ്രശ്നം എനിക്ക് വന്നിട്ട് മെസ്സേജ് ഇത് തന്നെയാണ്. ആൾക്കാർ പറയുന്നത് നെഗറ്റീവ് കേട്ടിട്ട് നമ്മൾ ഡൗൺ ആയി പോവാണ്. അത് ഒരിക്കലും നിങ്ങൾ അംഗീകരിക്കാതിരിക്കുക, കേൾക്കാതിരിക്കുക. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ വോയിസ് കേൾക്കാതിരിക്കുക. വേറെ കമ്പനി ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ അത് വോയിസ് കേൾക്കാതിരിക്കുക. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തല ഇതായി പോകും. അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ട്. വേറൊരു കമ്പനി ചെയ്യുന്ന വ്യക്തി നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ ബിസിനസ് താല്പര്യം വിട്ടേക്കുക. ആ സംസാരം സ്റ്റോപ്പ് ചെയ്തേക്കാം. ചാപ്റ്റർ ക്ലോസ്, ഓൾ ദ ബെസ്റ്റ് എന്ന് വിട്ടേക്കാം. വെറുതെ നെഗറ്റീവ് തലയിൽ കയറ്റി നിങ്ങളുടെ പ്രഷർ കൂട്ടാനിരിക്കും. അതുകൊണ്ട് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. നിങ്ങളെടുക്കുന്ന തീരുമാനം 100% ഉറച്ച തീരുമാനം, ദൃഢനിശ്ചയമുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വരുമാനം വെസ്റ്റ് നമുക്ക് തരും. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജ്യോതിഷ് സാർ പറഞ്ഞ സെഷനിൽ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനം എത്രയാണോ നിങ്ങളുടെ മക്കളുടെ വരുമാനം 50 വർഷം കഴിഞ്ഞ് എത്ര കിട്ടും ജ്യോതിഷ് സാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആ ഡയലോഗ് ഇപ്പം ഞാനും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. 50 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വരുമാനം പറയാൻ പറ്റും ജ്യോതിഷ് സാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാൻ പറ്റും വെസ്റ്റീജിലൂടെ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യുക. കൺസിസ്റ്റൻസി ഡേറ്റ് ഇന്ന് കഴിഞ്ഞു. നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർ ജോയിൻ ചെയ്ത ആൾക്കാർ നിങ്ങളെല്ലാവരും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഒരു 30 PB എങ്കിലും റെഗുലറായി ചെയ്യാൻ ശ്രമിക്കുക സുഹൃത്തുക്കൾ. ആരെങ്കിലും ഈ വെസ്റ്റീജിനെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ, ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിനോട് റിക്വസ്റ്റ് ചെയ്ത് 1000 രൂപ ചുരിദാർ വാങ്ങിക്കുന്ന പൈസ 1000 രൂപ വാങ്ങിച്ചൊരു കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ. ആരെങ്കിലും ഇതുവരെ വാങ്ങിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനി ആ 1000 രൂപ കൊണ്ട് തന്നെ റൊട്ടേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്. ആ 1000 രൂപ പ്രൊഡക്റ്റ് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കാതെ ഒന്ന് ആർക്കെങ്കിലും കൊടുത്ത് മൂവ് ചെയ്തുകൊണ്ട് ആ പൈസ കിട്ടുമെങ്കിൽ വീണ്ടും വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് കുറേ സാധനം വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ? 1000 രൂപ മാറ്റി വെച്ചാൽ, ഒരു ബിസിനസ്സിനോട് മാറ്റി വെച്ചാൽ പോലും നിങ്ങൾക്ക് റൊട്ടേഷൻ ചെയ്തുകൊണ്ട് അതിനെ 10000 രൂപ പ്രൊഡക്റ്റാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ഞങ്ങൾ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ലീഡേഴ്സ് പറഞ്ഞു തരുന്നുണ്ടാവും. അങ്ങനെയുള്ള കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. 2000 രൂപ മാറ്റി വെച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് അതിനെ 10000 രൂപ പ്രൊഡക്റ്റാക്കി മാറ്റിയ ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് മൈൻഡിൽ തന്നെ ഇതിനെ കാണുക. നമ്മളെ രാവിലത്തെ സെഷൻ അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ബിസിനസ് മൈൻഡ്, ബിസിനസ് ആറ്റിറ്റ്യൂഡ് നമ്മൾ വരാൻ ശ്രമിക്കുക. എംപ്ലോയ്മെൻറ്റ് മൈൻഡിൽ വരാതിരിക്കുക. പ്രോഡക്റ്റ് 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 1000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അത് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുക. പക്ഷേ 1000 രൂപയുടെ പ്രൊഡക്റ്റ് വെസ്റ്റിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുവാണെങ്കിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ഒരു അവസരം ഇതിനകത്തുണ്ട്. അതാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. തൽക്കാലം ഞാൻ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും, ഉപകാരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്ക് ടു ഷംന മാഡം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെ വണ്ടർഫുൾ സെഷൻ ആയിരുന്നു സാർ ഇന്ന് ഇവിടെ കൈകാര്യം ചെയ്തത്. നമ്മളെല്ലാവരും വെസ്റ്റീജൻസ് ആണ്. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരുന്നു ഇന്നിവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മളിൽ എത്ര പേർക്ക് ഈ ഇതിൽ പറഞ്ഞ ക്വാളിറ്റി നമ്മളിൽ എത്ര പേർക്കുണ്ട്? നമ്മൾ തന്നെ, ഞാൻ എന്നെ തന്നെ എക്സാം ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ നമ്മൾ എല്ലാവരും സ്വയം ഒന്ന് എക്സാം ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ഈ ഒരു ബിസിനസ്സുമായിട്ട്, ഈ ഒരു ബിസിനസ് യാത്ര സക്സസിൽ എത്താൻ വേണ്ടിയിട്ട് വളരെ കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലീഡേഴ്സ് ആയിട്ട് നിങ്ങൾ മാറുക. അതോടൊപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഈ ഒരു വെസ്റ്റീജിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കാരണം നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് വേണമെങ്കിലും ഉയർന്ന് പറക്കാൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് 2 ചിറകുകളാണുള്ളത്. ഏതൊക്കെയാണ്? വെസ്റ്റീജ് കമ്പനിയും വിന്നിംഗ് ടീം എന്ന സിസ്റ്റം.
ഇത് രണ്ടും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര ഉയരങ്ങളിലേക്ക് വേണമെങ്കിലും ഉയർന്നു പറക്കാൻ നമുക്ക് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടാകും. അതാണ് ഈ ഒരു വിസ്റ്റേജിന്റെ പവർ എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളും ഇന്ന് സക്സസ് സ്റ്റോറികൾ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ നമ്മളെ പോലെ ഒന്നും അറിയാതെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്ന് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ സാധ്യതകളെ മനസ്സിലാക്കി സക്സസ് ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിലാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത് അല്ലെ. നമ്മളെല്ലാം കൂടുതലും ഇതില് മടിയന്മാരും മടിച്ചികളൊക്കെയാണ് ഉള്ളത്. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ വെസ്റ്റീജ് മാനേജ്മെന്റ് വന്നിട്ട് നമ്മളോട് പറയാണ് 100 BBക്കുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാ മാസവും ഞാൻ വെറുതെ തരാം, നിങ്ങൾ ബിസിനസ് ചെയ്തോളൂ, നിങ്ങൾ ടീം ഡെവലപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പോലും വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റിൽ വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ ടീമിലുണ്ട്. സത്യമല്ലേ? നമ്മൾ വെസ്റ്റീജിലും വെസ്റ്റീജിന്റെ സിസ്റ്റത്തിലും വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റിലും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ് കറക്റ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾക്ക് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമുക്ക് സക്സസിൽ എത്താൻ സാധിക്കും. നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രം. ഇന്ന് വരെ ഇതിൽ പറഞ്ഞ ക്വാളിറ്റി ആർക്കും ഇല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ സ്വയം എക്സാം ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആ ഒരു ക്വാളിറ്റി നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് കറക്റ്റ് ആയിട്ട് ചെയ്യാം. നമ്മൾ വെസ്റ്റീജ് ബിസിനസ്സിൽ ഉണ്ടാവുക എന്നതല്ല, നമ്മളിൽ വെസ്റ്റീജ് ബിസിനസ് എത്രത്തോളം ആഴത്തിലുണ്ടോ അത്രത്തോളം ഉയർന്നു പറക്കാൻ കഴിയുന്ന വലിയൊരു സിസ്റ്റത്തിന്റെ കൂടെ വലിയൊരു കമ്പനിയോടൊപ്പമാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു. ഗുഡ് നൈറ്റ്.